ഈ കഥ തുടങ്ങുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള ജെനി എന്ന് പറഞ്ഞിട്ട് ഇവളിൽ നിന്നാണ്. ഇപ്പൊ കയ്യിലൊരു കത്തിയും കണ്ണിൽ ഗോഗിൾസ് ഇതെല്ലാം വെച്ചിട്ട് എന്തോ ഒരു കാര്യം വെട്ടാനായിട്ട് സീരിയസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ അത്ര സീരിയസ് ഒന്നും നമുക്ക് വേണ്ട. കാരണം അവള് വെട്ടാൻ പോകുന്നത് വലിയ ഉള്ളി ഉണ്ടല്ലോ, അതാണ്. അതുപോലെ നമ്മുടെ ജെനിയെ ഈ ഒരു പട്ടണത്തിലുള്ള ആളുകൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, പ്രശ്നക്കാരിന്ന്. അതിന് കാരണം എന്താണെന്ന് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ജെനി ഉള്ളത് അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലാണ്. കാരണം നമ്മുടെ ജെനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല. അവൾക്ക് ആകെയുള്ളത് ആ ഒരു മുത്തശ്ശിയാണ്. അതുകൊണ്ട് ആ ഒരു മുത്തശ്ശിയുടെ ഹോട്ടലിൽ ഇരുന്നിട്ടാണ് ഈ വലിയ ഉള്ളി അവൾ വെട്ടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ജെനിയുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നു. എന്താണെന്നറിയാൻ വേണ്ടി അവൾ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതും ഇപ്പൊ ആ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ജെനിക്ക് 7 വയസ്സുള്ളപ്പോൾ അവളുടെ ഹാർട്ടിൽ ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അത് എന്തോ ഒരു അസുഖം കാരണമാണ്. പക്ഷെ അതിനുശേഷം അവളുടെ അസുഖം മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഹാർട്ടിലേക്കുള്ള ആ ഒരു രക്തഓട്ടം കറക്റ്റ് ആയിട്ട് വരാത്തത്. ഇനിയും ഓപ്പറേഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അത് ചെയ്തിട്ടും വലിയ കാര്യം ഉണ്ടാവത്തില്ല. നിന്റെ ഹാർട്ട് നല്ലതുപോലെ പമ്പ് ചെയ്താൽ മാത്രമേ നിന്റെ അസുഖം ഇനി മാറത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജെനി വെട്ടുന്നത്, അയ്യോ ഡോക്ടർ നിങ്ങൾ എന്തായി പറയുന്നേ, അപ്പോൾ ഞാൻ അധികകാലം ജീവിച്ചിരിക്കില്ല എന്നാണ് ചോദിക്കുമ്പോൾ അതെ, നമ്മുടെ ഡോക്ടർ പറഞ്ഞു വരുന്നതും അത് തന്നെയാണ്. ജെനി ഇനിയിപ്പോൾ അധികകാലം ജീവിക്കത്തില്ല. ഇതുകൂടിയാവുന്നത് നമ്മുടെ പാവൻ ജെനി ആകെ വിഷമിച്ച് പാട്ടെല്ലാം കേട്ടിട്ട് അവളുടെ മനസ്സിൽ തന്നെ പറയുന്നുണ്ട്, ഷേ എന്റെ മരണം ഇതുപോലെ ആവണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നെല്ലാം പറഞ്ഞിട്ട് നടന്നു വരുമ്പോൾ അവളിപ്പോ ആ പട്ടണത്തിലെ ഒരു തെരുവിലൂടെയാണ് നടക്കുന്നത്. ആളുകളെല്ലാം നല്ല തിരക്കായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു കഥ നടക്കുന്ന കാലഘട്ടം 1999 അപ്പോഴാണ് നമ്മുടെ ജെനിയുടെ അടുത്തേക്ക് ചർച്ച് ഓഫ് എറ്റേണിറ്റി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അവരിൽ നിന്ന് ഒരു സ്ത്രീ ഇപ്പോൾ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് ജെനിയുടെ കയ്യിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ടാണ് പറയുന്നത്, ലോകം അവസാനിക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന് ചേർന്ന് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഈ ഒരു ചർച്ചിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ജെനി പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് അവരോട് തിരിച്ച് ചോദിക്കുകയാണ്, ഓ അപ്പോൾ നിങ്ങളുടെ ദൈവത്തിന് ഈ ലോകം അവസാനിപ്പിക്കാനായിട്ട് വേറൊരു ദിവസവും കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ജെനി പറയുന്നത് അവളിപ്പോ അധികകാലം ജീവിച്ചിരിക്കത്തില്ലല്ലോ. അപ്പൊ അവൾ മരിച്ചതിന് ശേഷമാണ് ലോകം നശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തനിക്കത് കാണാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു വിഷമാണ് നമ്മുടെ ജെനി ഇപ്പോൾ പറയുന്നത്. അതുമല്ല അവൾ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ ദൈവത്തിന് ഇതെല്ലാം ഇതിനു മുന്നേ തന്നെ, ഈ സംഭവങ്ങൾ നടക്കുന്നതിന് മുന്നേ തന്നെ ആളുകളോട് പറഞ്ഞൂടെ? അതുപോലെ സ്പെഷ്യലായിട്ട് കുറച്ചു പേരെ മാത്രം എന്തിനാ അദ്ദേഹം സംരക്ഷിക്കുന്നത് എന്നല്ല ഒരുപാട് ചോദ്യങ്ങൾ അവൾ ചോദിക്കുന്നത്. ഇപ്പൊ ആ ഒരു സ്ത്രീക്ക് കറക്റ്റായിട്ട് മറുപടി പറയാൻ പോലും കഴിയുന്നില്ല. എന്നിട്ട് അവിടെ കിടന്ന് ബഹളം വെച്ച് അലറി വിളിച്ച് എന്ത് ദൈവമാണെന്നെല്ലാം ചോദിച്ചിട്ട് അവൾ അങ്ങനെ ബഹളം വെച്ച് അവിടെ ഇരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു പട്ടണത്തിലെ ആളുകൾക്ക് അറിയാം ഇത് ആ ഒരു പ്രശ്നക്കാരി പെണ്ണാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ആരും അവളുടെ അടുത്തേക്ക് പോകത്തില്ല. അങ്ങനെ വിഷമിച്ചിട്ട് ഒരിടത്തേക്ക് വന്ന് ഇരിക്കുമ്പോഴാണ് ഒരു ചെറിയ പയ്യൻ ഒരു ഐസ്ക്രീം കൊണ്ടുവന്നിട്ട് ജെനിയോട്, ചേച്ചി നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും ദേഷ്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജെനി പെട്ടെന്ന് ആ ഒരു ഐസ്ക്രീം വാങ്ങി അത് മൊത്തമായിട്ടും കടിച്ചെടുത്തിട്ട് ആ ഒരു കമ്പ് മാത്രമേ ചെറിയ പയ്യൻ്റെ കയ്യിൽ കൊടുക്കും. മതിയല്ലോ, കൊച്ചിറങ്ങാൻ കരയാൻ തുടങ്ങും. എന്നിട്ട് ജെനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴാണ് വേറൊരു കണ്ണാടിയിട്ട് ഒരുത്തൻ ആ ഒരു ചെറിയ പയ്യൻ്റെ അടുത്തേക്ക് വന്നിട്ട് പോട്ട് മോനെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് അവനൊരു മുട്ടായി കൊടുക്കുന്നു. എന്നിട്ട് അവൻ എഴുന്നേൽക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. ഹീറോയുടെ പേര് ലീ എന്നാണ്. ഈ പട്ടണത്തിലെ ഒരു കംപ്ലൈൻമെന്റ് സെന്ററിലാണ് ഹീറോ ജോലി ചെയ്യുന്നത്. അങ്ങനെ ലീ തൻ്റെ കൂടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറുണ്ട്. അയാളോട് സാർ അതേതാ ഒരു പെണ്ണെന്ന് ചോദിക്കുമ്പോൾ ആ ഓഫീസറിനെ നമ്മുടെ ജെനിയെ അറിയാം. ഏയ് അവളുടെ അടുത്തേക്ക് മാത്രം നീ പോകരുത്, അവളാണ് ഇവിടുത്തെ പ്രശ്നക്കാരി. അതുകൊണ്ട് അവളെ കാണുവാണെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു നടക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ ഉണ്ടല്ലോ, ആ കടയിലെ ആ ഒരു മുത്തശ്ശിയുടെ കൊച്ചുമകളാണ്. അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണമെന്നല്ല പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ അതേ സമയം ഈ ഒരു പട്ടണത്തിലെ ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് കളയുന്ന ഒരു സ്ഥലമുണ്ട്, ഈ ആക്രിയെല്ലാം എടുക്കുന്ന സ്ഥലം. അതുപോലുള്ളൊരു സ്ഥലത്ത് ഇപ്പൊ ഒരാള് ഈ പഴയ സാധനങ്ങളെല്ലാം എടുക്കാനായിട്ട് വരികയാണ്. അതുമല്ല ഈ ചവറെല്ലാം കൂടിക്കിടക്കുന്നതിന്റെ നടുവിലായിട്ട് ഒരു കുഴിയുണ്ട്, അതിൽ കുറച്ച് വെള്ളവും വന്ന് നിറയുന്നുണ്ട്. ഇപ്പോഴാണെങ്കിലും നല്ല മഴയും. അങ്ങനെ അയാൾ ആ ചുറ്റിൽ നിന്ന് സാധനങ്ങളിൽ എടുക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അയാൾ എന്തോ ഒരു കാര്യം പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും കാല് തെറ്റിയിട്ട് നേരെ താഴെയുള്ള ആ ഒരു വെള്ളത്തിലേക്ക് വന്ന് വീഴും. അപ്പൊ അവിടെ വന്ന് വീഴുന്നതേ അയാൾക്ക് ഓർമ്മയുള്ളൂ. എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും അയാളുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് പോലെ. അയാളുടെ കയ്യിലാണെങ്കിൽ ഈ ഒരു മീനിന്റെ സ്കിൻ ഉണ്ടല്ലോ അതുപോലെ എല്ലാം ആവുന്നു. ചെവിയിൽ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ചെവിയെല്ലാം ഊരി വരുന്നു. എന്തൊക്കെയോ സംഭവിച്ച് അയാൾ പെട്ടെന്ന് ആ ഒരു വെള്ളത്തിലേക്ക് വന്ന് വീണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഈ നഗരത്തിലെ കംപ്ലൈൻമെന്റ് സെന്റർ എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ലീ വർക്ക് ചെയ്യുന്ന ആ ഒരു സെന്റർ, അവിടേക്ക് കണ്ണാടിയിട്ട് ഒരുത്തം വരികയാണ്. ഇവന് നമ്മുടെ ഈ മൂവിലെ ഒരു ഹീറോ ആണെന്ന് പറയാം. അവനെ നമുക്ക് എളുപ്പത്തിന് ചോയ് എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മുടെ ചോയെ കാണുമ്പോൾ അവിടെയുള്ള ആ ഒരു സീനിയർ ഉൾപ്പെടെ എല്ലാവരും പേടിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ചോയ് അവിടെ കംപ്ലൈന്റ് കൊടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്ത് തരം കംപ്ലൈന്റ് ആണെന്നറിയോ? അവൻ എന്ത് കിട്ടിയാലും അത് കംപ്ലൈന്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു സീനിയർ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ഹീറോയെ അവന്റെ മുന്നിൽ കൊണ്ട് ഇരുത്തി കൊടുക്കും. അപ്പോൾ അവൻ വന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാല്, ഞാനൊരു പ്രാവിനെ കണ്ടു, അത് രൂപത്തിൽ ഭയങ്കര വലുതായിരുന്നു, എന്നെ നോക്കി അത് കണ്ണടച്ചു. അതേപോലെ തന്നെ വെള്ളത്തിൽ വലിയൊരു മീനെ കണ്ടു, അതിന്റെ കണ്ണിലാണെങ്കിലും മുടിയൊക്കെ ഉണ്ടായിരുന്നു. അതെന്നെ ദേഷ്യത്തോടെ നോക്കി, ഇത് നോക്ക്, ആ ഒരു കാടിനകത്തുള്ള ആ ഒരു മാലിന്യ കൂമ്പാരം ഉണ്ടല്ലോ
അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് കാരണമാണ് ഇവിടെയുള്ള മൃഗങ്ങൾക്കെല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ എന്തായാലും അവിടെ പോയി പരിശോധിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ ഇതുപോലെ എന്നും പല രീതിയിലുള്ള പരാതികൾ കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മുടെ ലീ ഇവനെ ഒഴിവാക്കി വിടാൻ വേണ്ടി, സോറി സാർ, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലേക്ക് പോയിട്ട് ഒരു പരിശോധനയും നടത്താൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് നമ്മുടെ ചോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ലീ ഇപ്പോൾ വെളിയിലേക്ക് വന്നിരുന്നു അവൻ്റെ ആഹാരം കഴിക്കുമ്പോഴത്തേക്കാണ് ഒരു അപ്പൂപ്പൻ ലീയുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് സൈഡിലെ ഒരു മുട്ട ആ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നുണ്ടല്ലോ, അവൻ ഏതായാലും നമുക്ക് മുട്ടയെന്ന് തന്നെ വിളിക്കാം. അതുപോലെ അവൻ്റെ ശരീരത്തിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. ആ മുട്ടയുടെ സുഹൃത്താണ് ഈ അപ്പൂപ്പൻ. ഇപ്പം അപ്പൂപ്പൻ വന്നിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, മോനെ എൻ്റെ സുഹൃത്തിനെ കാണാനില്ല, അവനെ കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയുമ്പോൾ, സാർ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും, അതുകൊണ്ട് അയാൾ എവിടേക്ക് പോയതായിരിക്കും എന്ന് പറയുമ്പോൾ, ഏയ് അങ്ങനെയല്ല, അവന് ഞാൻ ഒരുപാട് പണം കൊടുക്കാനുണ്ട്, ആ ഒരു പണമല്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ അവൻ ഒരിക്കലും എവിടെയും പോകാൻ പോകുന്നില്ല, അതെനിക്ക് നല്ലതുപോലെ അറിയാം, എനിക്കെന്തോ തെറ്റായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം അറിയോ, 20 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു നഗരത്തിലെ ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട്. ഇപ്പോഴും അതേ കാര്യമാണ് സംഭവിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളിൽ പല ആളുകളും ഓരോരുത്തരായിട്ട് കാണാതാവുകയാണ്. ഒരുപക്ഷെ അവർ പറഞ്ഞതുപോലെ ഈ ലോകം അവസാനിക്കാൻ പോവാണോ എന്നെല്ലാം ചോദിച്ച് വിഷമിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ അതൊന്നും വലിയ കാര്യമൊക്കാതെ അവൻ വീണ്ടും ആ ഒരു ആഹാരം കഴിക്കുകയാണ്. അങ്ങനെ അപ്പൂപ്പൻ താമസിക്കുന്ന ഒരു ഗോഡൗൺ ഉണ്ട്, അതിനകത്തേക്ക് വന്നിട്ട് നമ്മുടെ അപ്പൂപ്പൻ ആഹാരം കഴിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ചർച്ചിലെ ആളുകളുണ്ടല്ലോ, ഒരു സ്ത്രീയും അതേപോലെ തന്നെ കുറെ ആളുകളും, അതിൽ ആ ഒരു സ്ത്രീ ഇപ്പോൾ ആ ഒരു നോട്ടീസായിട്ട് ഈ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ അപ്പൂപ്പനോടും അതേ കാര്യം തന്നെ പറയാണ്, സാർ നിങ്ങൾ ഞങ്ങളുടെ ഈ ഒരു സംഘത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ രക്ഷിക്കും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഈ ലേഡിയോടൊപ്പം തന്നെ നേരത്തെ കണ്ടിരുന്നത് കുറെ വെള്ളയും വെള്ളം ഇട്ടിട്ട് കുറെ ലേഡീസ് ആണല്ലോ, പക്ഷെ ഇപ്പോൾ കറുത്ത ഹൂഡിയെല്ലാം ഇട്ടിട്ട് കുറച്ച് പേരാണ് അവളുടെ കൂടെ നിൽക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ അപ്പൂപ്പന് നല്ല ദേഷ്യം വന്നിട്ട് ആ ഒരു നോട്ടീസ് അത് ചുരുട്ടിക്കളഞ്ഞ്, ഏയ് ഒന്ന് പോവാവോ, ദൈവവും ഇല്ല ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ആ ലേഡി ചോദിക്കും, ശരി അത് ഉണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം വരുമെന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പനൊന്നും മനസ്സിലാവാതെ നോക്കിയിരിക്കും. അപ്പോഴാണ് ഈ കൂട്ടത്തിലുള്ള ഒരുത്തൻ അവന്റെ കൈ പതിയെ മുകളിലേക്ക് ആക്കുന്നതും ഈ അപ്പൂപ്പൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾക്കാണല്ലോ അത് ആ ഒരു ബാസ്ക്കറ്റ് ഉൾപ്പെടെ മുകളിലേക്ക് പൊങ്ങുന്നു. അതുപോലെ ചുറ്റിനുള്ള പല കാര്യങ്ങളും പൊങ്ങി വരുന്നുണ്ട്. ഇത് കണ്ട് അപ്പൂപ്പൻ ഷോക്കായിട്ട് നിൽക്കുമ്പോൾ അവൻ അവന്റെ കൈ ഒരു ഒറ്റയടി ആ സാധനങ്ങളെല്ലാം അതേപോലെ തന്നെ ഓരോന്നും ചതഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ട് അപ്പൂപ്പൻ ഷോക്കാവുന്നതും ഇനി അപ്പൂപ്പൻ എന്തായാലും വിശ്വസിക്കാതിരിക്കോ, ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് ആ ഒരു ഗ്രൂപ്പിനോടൊപ്പം അപ്പൂപ്പന് പോവാണ്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ജെനിയെ കാണിക്കുമ്പോൾ അവൾ അവളുടെ മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശിയോട് കാശ് ചോദിക്കാണ്. വേറൊന്നും കൊണ്ടല്ല, അവൾക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആ ഒരു മുത്തശ്ശിയുടെ കയ്യിൽ അത്രയും പണം ഉണ്ടായിട്ടും നമ്മുടെ ജെനിക്ക് അവർ കൊടുക്കത്തില്ല. ഏയ് പണം എന്താ വെറുതെ വരുവാണോ, ഇത് നോക്കൂ മുത്തശ്ശി, നിങ്ങൾ നാട്ടിലുള്ള എല്ലാവർക്കും വെറുതെ പണം കൊടുത്ത് സഹായിക്കുന്നുണ്ട്, നിങ്ങളുടെ കൊച്ചുമകളായിട്ടുള്ള എനിക്ക് തരത്തില്ലേ? അപ്പോൾ സംശയത്തിലെ മുത്തശ്ശി, ഹേയ് ഒരു നിമിഷം നിൽക്ക്, നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നേ, നീ പോയി ഡോക്ടറെ കണ്ടോ, ഡോക്ടർ എന്താ നിന്നോട് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ജെനി താൻ ഇനി കുറച്ച് നാൾ കൂടി മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഒരിക്കലും മുത്തശ്ശിയോട് പറയത്തില്ല. കാരണം ആ ഒരു മുത്തശ്ശി വിഷമിക്കുമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് അവൾ കള്ളം പറയും, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ലോകം മുഴുവൻ ചുറ്റിക്കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും ഇപ്പം തരാൻ കഴിയത്തില്ല, നീ അകത്ത് പോയിട്ട് ആ ഒരു ഉള്ളിയെല്ലാം കട്ട് ചെയ്തേ, അതിനല്ലേ നിനക്ക് ഓരോ ദിവസവും പണം തരുന്നത്, അത് ചേർത്ത് വെച്ചിട്ട് നീ എവിടെ വേണമെങ്കിലും പോയിക്കോ എന്ന് ആ ഒരു മുത്തശ്ശി പറയുമ്പോൾ ഇതുകൂടി കേൾക്കുന്നത് ജെനി നേരെ റൂമിനകത്തേക്ക് പോയിട്ട് അവൾ ശേഖരിച്ചു വെച്ച പണം ഉണ്ടല്ലോ അതെല്ലാം തട്ടിമറിച്ച് കുറച്ച് പണം കിട്ടുന്നുണ്ട്. അതെല്ലാം എടുത്തു വെച്ച് അവൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലമുണ്ടല്ലോ അതെല്ലാം അവിടെ തന്നെ നേരത്തെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കി ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യാണ്. എന്നിട്ട് ആരും അറിയാതെ ആ ഒരു ഷോപ്പിന് വെളിയിലൂടെ പിറകു വശത്തോടെ ബാഗെല്ലാം വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതും ഇവിടെ റൂബിൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്ത് നിൽപ്പുണ്ട്. ഇവൻ ഈ സീരീസിലെ ഒരു ഹീറോ ആണ്. അപ്പോൾ അവനെ എന്തായാലും നമുക്ക് റൂബിൻ എന്ന് തന്നെ വിളിക്കാം. അതുമല്ല റൂബിൻ ജെനിയുടെ ഒറ്റ സുഹൃത്തും കൂടിയാണ്. അതുമല്ല റൂബിനെ അവിടെയുള്ള എല്ലാവരും ഒരു പാവം എന്നാണ് വിളിക്കുന്നത്, കാരണം അവൻ എപ്പോഴും ഒരു പാവത്തെ പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ജെനി പുറകിലൂടെ വന്നിട്ട് റൂബിൻ അവനെ കാണുമ്പോഴത്തേക്കും, ഹേയ് നീ എവിടെയാ പോകുന്നേ? ഞാൻ ട്രിപ്പിന് പോകാൻ പോകുന്നു. അല്ല മുത്തശ്ശി നിന്നെ ട്രിപ്പിന് പറഞ്ഞു വിട്ടോ? പിന്നെ അവരിപ്പോൾ പറയാൻ പോവാണ്, ഞാൻ പോകാൻ പോവാണ്, നിന്റെ കയ്യിൽ പണം ഉണ്ടാവോ ചോദിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ എവിടെ നിന്ന് പണം, അത് വീടിൻ്റെ മേൽക്കൂര ശരിയാക്കാനായിട്ട് ഞാൻ കൊടുത്തു എന്ന് പറയുമ്പോൾ നിന്നോടൊപ്പം വേറൊരു പാർട്ണറും കൂടിയല്ലേ, അവൻ തന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അടുത്ത മാസം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത മാസം വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ വീടിനകത്ത് കുടയും പിടിച്ചിട്ടിരുന്നിട്ടുണ്ടോ? അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് എന്ന് റൂബിൻ പറഞ്ഞിട്ട് അവൻ കയ്യിൽ പണം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ജെനി പറയും, ഓ അപ്പോൾ നീ എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ, ശരി കുഴപ്പമില്ല, നീ എനിക്ക് പണം തരണ്ട, പക്ഷെ എനിക്ക് 50 മില്യൺ വോൺ കിട്ടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ ചിരിച്ചുകൊണ്ട് ബാഗും എടുത്ത് വെളിയിലേക്ക് പോവാണ്. ഇപ്പം അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ചോയിയാണ്. അവൻ നേരെ വരുന്നത് അവൻ്റെ ഭാര്യയുടെ അടുത്തേക്ക്. സത്യത്തിൽ അവൻ്റെ ഭാര്യ ഒരു പൂക്കടയാണ് നടത്തുന്നത്. ചോയെ സംബന്ധിച്ചിടത്തോളം ചോയ്ക്ക് പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളൊന്നുമില്ല, തൻ്റെ ഭാര്യയുടെ ചെലവിലാണ് അവൻ കഴിയുന്നത്. ഒരു പാവം ഭർത്താവ്, അവൾ പറയുന്നത് എന്തോ അവന് കേൾക്കേണ്ടി വരും. അതുമല്ല അവൻ ഈ ഒരു കടയിൽ ചെയ്യുന്നതോ
ഈ കടയും സാധനങ്ങളെല്ലാം വൃത്തിയാക്കി വെക്കുമല്ലോ, ആ ഒരു ജോലിയും അതിനും അവന് പ്രത്യേകം പണം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ കടയിലേക്ക് വന്നിട്ട് തന്റെ ഭാര്യയോട് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇതുപോലെ അമ്മയ്ക്ക് ജന്മനാൾ വരാൻ പോവാണ്, അമ്മയ്ക്ക് ന്യൂയോർക്ക് ചുറ്റിക്കറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നീ കുറച്ച് പണം തന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഞാനത് കൊടുക്കാന്ന് പറയുമ്പോൾ ആ ഭാര്യ പറയും, അയ്യോ അത്രയും പണമൊന്നും എൻ്റെ കയ്യിലില്ല, അല്ല നിങ്ങളുടെ അമ്മയോട് പറ ബാങ്കോക്ക് ഒന്ന് ചുറ്റി കാണാനായിട്ട് എന്ന് കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതും അവൻ കൂടുതൽ പണം ചോദിക്കുമെന്ന് അറിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അയ്യോ ഒരു പ്രാണി എന്ന് പറഞ്ഞിട്ട് ആ റോസാപ്പൂ ഇട്ട് ഇങ്ങനെ തട്ടുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ചോയെ പറഞ്ഞുവിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ വെളിയിലേക്ക് പോയിട്ട് പറയും, ഓക്കെ ആ പ്രാണി പോയിട്ടുണ്ട്, ഇനി നിർത്തിക്കോ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് ചോയ് നേരെ പോകുന്നത് തന്റെ മകളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്, അത് സ്കൂളിലേക്ക്. ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ കുടയുമായിട്ട് ആ ഒരു സ്കൂളിന് വെളിയിലേക്ക് വന്ന് തന്റെ മകൾക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോഴത്തേക്കും മകൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി തന്റെ സുഹൃത്തുമായിട്ട് നിൽക്കാണ്. ഇപ്പൊ ചോയിനെ അവള് കാണുമ്പോഴത്തേക്കാണ് ചോയ് മുന്നിലേക്ക് നടക്കുമ്പോഴത്തേക്കും അവൻ ഇട്ടേക്കുന്ന സോക്സ് ഉണ്ടല്ലോ അത് കീറി അങ്ങ് പോവും. അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടി അവൻ ആ ഒരു മഴയത്ത് നിൽക്കുന്നതും കുട പറന്നു പോയിട്ട് അവൻ നനയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ അവളുടെ അച്ഛൻ ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കും ഈ കൂട്ടുകാരികളുടെ മുന്നിൽ അവൾക്ക് എന്തായാലും നാണക്കേടായിരിക്കും. അതുകൊണ്ട് അവള് തന്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുടെ കുടയിൽ കയറി ചോയെ മൈൻഡ് ചെയ്യാതെ അവൾ നടന്നങ്ങ് പോകുന്നു. ഇപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ചോയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ചോയ് നേരെ പോകുന്നത് റൂബിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവന്റെ വീടിനടുത്തേക്ക് വന്നിട്ട് ആ ഡോറിൽ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കും റൂബിൻ പുറകിൽ വരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മുടെ ചോയി, റൂബിൻ, ജെനി ഇവർ മൂന്നൊരു സുഹൃത്തുക്കളാണ്. ഇതേ സമയം ജെനിയെ കാണിക്കുമ്പോൾ അവളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഈ കയറ്, ടേപ്പ്, കത്രിക, ചുറ്റിയല് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. സത്യത്തിൽ ഇത് പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കും അവൾ ആരെയെ കൊന്നിട്ട് എന്തോ ചെയ്യാൻ പോകുന്നത് പോലെയാണ് സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ ലീ ഉണ്ടല്ലോ, അവനും ഈ ഒരു ഷോപ്പിലേക്ക് വന്നിട്ട് ഇപ്പോ ജെനിയെ വന്ന് ഇരിക്കുമ്പോഴത്തേക്കും അവളുടെ സാധനങ്ങളെല്ലാം താഴെ വീഴുന്ന കണ്ടിട്ട് അവൻ എന്തോ ഒരു സംശയത്തോടെ നോക്കുന്നു. ഇപ്പോൾ ലീ വിചാരിക്കുന്നത് ഇവൾ ആരെയോ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് പോലെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ജെനി സാധനങ്ങളെല്ലാം വാങ്ങി അവളുടെ ആ ഒരു വലിയ ബാഗിൽ വെച്ചിട്ട് അത് വലിച്ചെടുത്തോണ്ട് പോവാണ്. നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കും അതിന്റെ ഒരു ടയർ അങ്ങ് പൊട്ടിപ്പോവും. അങ്ങനെ അതും വലിച്ചെടുത്ത് മുന്നിലോട്ട് പോകുമ്പോൾ ലീ പുറകെ വന്ന് ആ ഒരു ബാഗിൽ പിടിക്കും. അവൻ വിചാരിക്കുന്ന എന്താണ്, ഇതിനകത്ത് ആരെയോ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്ന്. അപ്പോഴാണ് ജെനി, നീ ആരാ, സൂപ്പർ മാർക്കറ്റിൽ പുതുതായിട്ട് വന്ന മാനേജറാണോ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവൻ എപ്പോഴും വിടുന്നില്ല. എടാ നീ എന്തായി ചെയ്യുന്നേ? അവൻ നോക്കുമ്പോഴെന്താണ് ആ ബാഗിൽ എന്തോ ഒരു തലമുടി ഉള്ളതുപോലെ. ഹേയ് ഈ ബാഗിൽ എന്താണ്? അല്ല അത് നീ അറിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് ജെനി ആ ബാഗ് പിടിച്ച് വലിക്കുന്നതും ലീയും പിടിച്ച് വലിക്കുന്നതും ഈ ഒരു ബാഗ് തുറന്ന് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. വിഗ്, ബ്രാ, പാവ, കണ്ണാടി, ചീപ്പ്, കത്രിക, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം വാങ്ങി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം മുകളിലേക്ക് തെറിച്ചു പോകുന്നു. അങ്ങനെ ഓരോന്നായിട്ട് മുകളിലേക്ക് പോയിട്ട് എല്ലാം താഴെ വീഴുന്നതും ലീക്ക് എന്താണ് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി. അങ്ങനെ ഈ കത്രികയും കത്തിയും എല്ലാം മുകളിലേക്ക് തെറിച്ചു പോയിട്ട് ഇപ്പൊ അവിടെ ഒരു പൈപ്പ് കട്ടായിട്ട് അതിൽ നിന്നും വെള്ളം വരെ നമ്മുടെ ജെനിയുടെ മുകളിലേക്ക് ഒന്ന് വീഴും. അവൾ നിൽക്കുന്നത് ഇതുപോലെ. എന്നിട്ട് സോറി പറഞ്ഞ ആ ഒരു പാവ എടുത്ത് ജെനിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ജെനി ആ പാവ വാങ്ങി ദേഷ്യം കാരണം ലീയുടെ മുഖത്തേക്കൊരു ഒറ്റയടി. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ഇപ്പോൾ ജെനി അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് അവളുടെ മുത്തശ്ശി വിളിക്കുന്നത്. ഹേയ് ജെനി, നീ എവിടെയാ പോയത്? നിന്റെ സാധനങ്ങളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. മുത്തശ്ശിക്കല്ല എന്നോട് ഇഷ്ടമല്ലാത്തേ, അതുകൊണ്ട് ഞാനിവിടെ പോയാലും നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ ജെനി അങ്ങനെയല്ല, നിന്നെ എനിക്ക് അത്രയും ജീവനാണ്. നീ കുട്ടിയായിരിക്കുമ്പോഴുള്ള ജെനിയല്ല ഇപ്പോൾ. കുട്ടിയായിരിക്കുമ്പോൾ നീ എല്ലാവരോടും നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെയുള്ളൊരു ജെനിയല്ല ഞാനിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പഴയ ജെനിയെ വേണം എന്നാ ഒരു മുത്തശ്ശി പറയുമ്പോൾ സോറി മുത്തശ്ശി, പഴയ ജെനി മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മുടെ ലീ അവിടെ തന്നെ നിൽപ്പുണ്ട്. അവനോട് പറയും, ഹേയ് നീ എന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് എന്തായാലും എനിക്ക് കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവൻ തന്നെ അവൻ്റെ വിസിറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ അതെടുത്ത് നമ്മുടെ ജെനിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതേ സമയം റോബിനെയും ചോയിനെയും കാണിക്കുമ്പോഴത്തേക്കാണ് അവർ രണ്ടുപേരും വീട്ടിലിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെ ആഹാരമെല്ലാം കഴിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റോബിൻ ചോയിയോട് പറയുന്നത്, അല്ല നമ്മുടെ ജെനിയില്ലേ, അവൾക്ക് 50 മില്യൺ വോൺ ആരാ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്ത് 50 മില്യൺ വോണോ? അതെ, അവൾക്ക് അത് ആരോ കൊടുക്കാൻ പോകുന്നുണ്ട് എന്നെല്ലാം അവൾ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ റൂബിൻ പറയും, ഒരുപക്ഷെ അവളുടെ മുത്തശ്ശി തന്നെ ആയിരിക്കും കൊടുക്കുന്നത്, കാരണം എനിക്കറിയാവുന്നതിലേ അവർക്ക് മാത്രമേ അത്ര പണം ഉണ്ടാകത്തുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ജെനി പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്നത്. എന്നിട്ട് ചോദിക്കും, എന്താ എന്നെ പറ്റിയാണോ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ ഓ ഈ പ്രശ്നക്കാരി ഇവളാണോ? എന്നെ പ്രശ്നക്കാരി എന്ന് വിളിക്കരുത്, പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നവളെ പ്രശ്നക്കാരി എന്ന് വിളിക്കാതെ. അപ്പോൾ ജെനി പറയും, ഓക്കെ അതൊക്കെ പോട്ടെ, എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത്, നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നു, ഇപ്പൊ ചെയ്തു തന്നെ എന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കുമ്പോഴത്തേക്കും അവൾ പറയും, നിങ്ങൾ ഈ ജോലി പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി പണം തരാമെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന രണ്ടുപേരും അത്രയും നേരം അവളെ കളിയായിക്കൊണ്ടാണല്ലോ ഇരുന്നത്. പെട്ടെന്ന് തിരിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, നിന്റെ നഖം വെട്ടി തരണോ, കാല് കഴുകി തരണോ, എന്ത് വേണമെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. കാരണം രണ്ടുപേർക്കും പണത്തിന്റെ ആവശ്യമുണ്ട്.
അത് നല്ല സീനാണ്. ആദ്യം ഒന്നും ചെയ്യത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തിരിയുമ്പോഴത്തേക്കും അവർ പറയുന്ന കാര്യങ്ങൾ കാല് തടവി തരണു, കൈ തടവി തരണു, ആഹാരം വേണോ എന്നെല്ലാം ഇങ്ങനെ ചോദിക്കും. ഇപ്പൊ അതേ സമയം നമ്മുടെ ലീ ഉണ്ടല്ലോ, ലീയുടെ വീട്ടില് അവൻ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റില് ആ ഒരു സ്ത്രീ ഇപ്പോൾ റൂമിനടുത്തേക്ക് വന്നിട്ട് റൂം തട്ടും. അപ്പോൾ ലീ റൂം തുറക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, ഹേയ് നിങ്ങളുടെ റൂമിൽ നിന്ന് എന്താ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നേ? അല്ല അടുത്തുള്ള വീട്ടുകാർക്കൊന്നും താമസിക്കണ്ടേ? സോറി മാഡം, ഇനി ഒരിക്കലും ഇങ്ങനെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് ലീ ആ ഒരു റൂമിന്റെ ഡോറ് ക്ലോസ് ചെയ്ത് അകത്തേക്ക് നോക്കുമ്പോഴാണ് അവന്റെ റൂമിനകത്ത് ഒരുപാട് സാധനങ്ങൾ താഴെ വീണ് കിടപ്പുണ്ട്. അതും ആരോടോ ഫൈറ്റ് ചെയ്തതുപോലെയൊക്കെയാണ് കിടക്കുന്നത്. അങ്ങനെ ലീ നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ ബാഗ് താഴെ വീണ് കിടക്കുന്നു. ആ ബാഗ് എടുത്ത് നോക്കുമ്പോൾ അതിലൊരു ഫയലുണ്ട്. ആ ഫയലില് നമ്മുടെ ചോയ് കംപ്ലൈന്റ് ചെയ്ത ആ ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടിട്ട് ലീ അത് നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലീ തന്റെ ടേബിളിനടുത്തേക്ക് പോയിരുന്നിട്ടാണ് അതിനകത്ത് നിന്നും വേറൊരു ഫയൽ എടുക്കുന്നു. അതെടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു 20 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഓർഫണേജിൽ ഒരുപാട് തീപിടുത്തം നടന്നതുപോലെയും അതിലൊരുപാട് കുട്ടികൾ മരിച്ചതുപോലെ ആ ഒരു കുട്ടികളുടെ ഡീറ്റെയിൽസ്. പിന്നീട് അടുത്ത പേജ് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഓർഫണേജിലേക്ക് ആളുകൾ സഹായിക്കാനായിട്ട് കയറി. പിന്നീട് അത് പരിശോധിക്കുമ്പോൾ അത് സാധാരണ ഒരു ഓർഫണേജ് അല്ലാതും അതിനകത്ത് കുട്ടികളെ വെച്ചിട്ട് എന്തൊക്കെയോ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിലാണ് നമുക്കൊരു കാര്യം മനസ്സിലാവാത്തത്. ഒരു ബന്ധമില്ലാതെ നമ്മുടെ ലീ എന്തുകൊണ്ടാണ് ഈ ഒരു ഫയലെല്ലാം എടുത്തു വെച്ചേക്കുന്നത്? ഇപ്പൊ അവസാനത്തെ പേജിൽ ആ ഓർഫണേജിൽ ഉണ്ടായിരുന്ന ഒരു വാച്ച്മാൻ ആണല്ലോ, അയാളുടെ ഫോട്ടോയും ഈ ഒരു ന്യൂസ് പേപ്പറിൽ കാണിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഇത് വേറെ ആരുമല്ല, നമ്മുടെ ലീയോട് ഇടയ്ക്ക് ഒരു കംപ്ലൈന്റ് ചെയ്യാനായിട്ടൊരു അപ്പൂപ്പൻ വന്നല്ലോ, തന്റെ സുഹൃത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. ആ അപ്പൂപ്പനായിരുന്നു. അങ്ങനെ ആ അപ്പൂപ്പനെ കാണാമെന്ന് പറഞ്ഞിട്ട് ലീ അന്ന് രാത്രി തന്നെ അയാൾ താമസിക്കുന്ന ആ ഒരു ഗോഡൌണിലേക്ക് ചെല്ലും. അങ്ങനെ ആ ഒരു ഗോഡൌണിൽ വന്ന് നോക്കുമ്പോൾ അവിടെ എവിടെയും നമ്മുടെ ആ ഒരു അപ്പൂപ്പനെ കാണാനില്ല. നമുക്കറിയാലോ, എറ്റേണൽസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ചേർന്നവർ നമ്മുടെ അപ്പൂപ്പനെ കൊണ്ടുപോയിരുന്നു. അതുപോലെ നമ്മുടെ അപ്പൂപ്പൻ യൂസ് ചെയ്യുന്ന ആ ഒരു ട്രോളി അതവിടെ കേടായിട്ട് ചതഞ്ഞ് കിടക്കുന്നതെല്ലാം നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. ഇപ്പൊ അതേ സമയം കാണാതായിട്ടുള്ള ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ, അപ്പൂപ്പൻ ഇപ്പോൾ ഒരു റൂമിൽ നിന്ന് കണ്ണുറക്കാണ്. കണ്ണുറന്ന് നോക്കുമ്പോൾ ഏതോ ഒരു ജയിൽ പോലൊരു റൂം, വലിയ കമ്പി ജനാലയൊക്കെ ഉണ്ട്. അതുവഴി പുറത്തേക്ക് നോക്കുമ്പോൾ വലിയൊരു ഗ്ലാസ് ടാങ്ക്, അതിനുള്ളിൽ എന്തോ നീന്തുന്നത് പോലെ. പെട്ടെന്ന് ആ ഒരു രൂപം ഈ ഒരു ഗ്ലാസ് ടാങ്കിന്റെ അറ്റത്തേക്ക് വരുമ്പോഴാണ് പാതി മീനിന്റെ ശരീരവും പാതി മനുഷ്യന്റെ ശരീരമായിട്ടുള്ള ഒരാള് അയാൾ അടുത്തേക്ക് വരുമ്പോൾ ഈ ഒരു അപ്പൂപ്പൻ ആദ്യം അത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഈ അപ്പൂപ്പന്റെ കാണാതായിട്ടുള്ള ആ ഒരു സുഹൃത്തുണ്ടല്ലോ, സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു വേസ്റ്റ് ഇടുന്ന സ്ഥലത്തെ ആ ഒരു വെള്ളത്തിൽ വീണ അയാളായിരുന്നു അത്, ആ ഒരു മൊട്ടത്തലയൻ അയാള്. ഇതേ സമയം നമ്മുടെ ജെനിനെ ടീമിനെ കാണിക്കുമ്പോൾ ജെനി അവരോട് ഒരു സഹായം ചോദിച്ചല്ലോ, അത് വേറെ ഒന്നുമല്ല, അവളുടെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും 50 മില്യൺ വോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവരിപ്പോൾ ഒരു പ്ലാൻ ചെയ്യാണ്. നമ്മുടെ ജെനിയെ തട്ടിക്കൊണ്ട് പോയതുപോലെയും അവള് വെച്ചിട്ട് കൊള്ളക്കാരി പണം ചോദിക്കുന്നത് പോലെയും. അതാണ് ഇവരുടെ പ്ലാൻ. അതിന് കൊള്ളക്കാരായിട്ട് നിൽക്കേണ്ടത് നമ്മുടെ റോബിനും ചോയും. എന്നിട്ട് ജെനിയെ അടിച്ച് കെട്ടിയിട്ടേക്കുന്നത് പോലെ ഇവരെ സെറ്റപ്പ് എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാണ്. അപ്പോൾ ജെനി ഇതുപോലെ അഭിനയിക്കും, മുത്തശ്ശി എന്നെ ഇവർ കൊന്നുകളയെന്നാണ് പറയുന്നത്, രക്ഷിക്കാനായിട്ട് അവർക്ക് 50 മില്യൺ വോൺ വേണമെന്ന്, പ്ലീസ് മുത്തശ്ശി അത് കൊടുത്ത് എന്നെ രക്ഷപ്പെടുത്ത് എന്നെല്ലാം പറയുമ്പോൾ ഇവർ രണ്ടുപേരും, ജെനി നിന്റെ അഭിനയം പോരാ, ഒന്നുകൂടി നല്ലതുപോലെ അഭിനയിക്കണം, ഇത് പോരാന്ന് പറയുമ്പോൾ നമ്മുടെ റോബിനും ചോയെ തിരിഞ്ഞു നിന്ന് അവളുടെ അഭിനയത്തെ പറ്റി പറയാണ്. ഇപ്പോഴാണ് നമ്മുടെ ജെനിയെ കാണിക്കുമ്പോൾ അവളെ കെട്ടിയിട്ടേക്കാണല്ലോ, അതുമല്ല അവൾക്ക് പെട്ടെന്ന് ആ ഒരു ഹാർട്ടിൽ ബ്ലഡ് നല്ലതുപോലെ പമ്പ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവൾക്ക് അറ്റാക്ക് വരാൻ പോകുന്നു. അങ്ങനെ ആ ഒരു വേദന എടുക്കുന്നതും ജെനി ഇവരെ രണ്ടുപേരെയും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ശബ്ദം ഉണ്ടാകാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ പാവം നമ്മുടെ ജെനി അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. ഇതൊരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു കാര്യമായി പോയി. ഇപ്പോൾ റോബിനും ചോയും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ജെനി അങ്ങനെ തന്നെ കിടക്കുന്നു. അപ്പോഴേക്കാണ് ഇവര് രണ്ടുപേരും, ഹേയ് ജെനി മതി നിന്റെ അഭിനയം, ഓക്കെ ഒന്നുകൂടി നമുക്ക് ഷോട്ട് എടുക്കാം എന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പോൾ അവൾ അനങ്ങുന്നില്ല. അങ്ങനെ ചോയി അടുത്തേക്ക് വന്നിട്ട് ജെനിയെ തട്ടി നോക്കുമ്പോഴാണ് ജെനി മരിച്ചു കിടക്കുന്ന കാര്യം അവൻ മനസ്സിലാക്കുന്നത്. ഇതുകൂടി ആവുന്നത് രണ്ടുപേരും കരഞ്ഞിട്ട്, അയ്യോ ജെനി നീ ഇതുപോലെ മരിച്ചിട്ട് ഞങ്ങളെ രണ്ടുപേരെ ഇതിൽ പെടുത്തിയല്ലോ എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും പേടിച്ചിരുന്ന് കരയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അതുമല്ല ജെനിയുടെ മുത്തശ്ശിയാണെങ്കിലോ ഇപ്പോൾ ജെനിയെ വിളിക്കുന്നു. ആ ഫോൺ കൂടി റിങ് ചെയ്യുമ്പോഴത്തേക്കും ഇതുകൂടി കണ്ടിട്ട് ഇവർ രണ്ടുപേരും ആൾറെഡി മണ്ടന്മാരാണ്. അവർക്ക് അതുകൂടി കാണുമ്പോഴത്തേക്കും നല്ല പേടിയായിപ്പോയി. ഇപ്പൊ ഈ ഒരു മുത്തശ്ശിയാണെങ്കിലോ ജെനി ഫോൺ എടുക്കുന്നില്ല. ഇതിനു മുന്നേ അവൾ പറഞ്ഞല്ലോ ആ പഴയ ജെനി മരിച്ചുപോയെന്നെല്ലാം. ഇത് കാരണം മുത്തശ്ശി നല്ലതുപോലെ പേടിച്ചിട്ട് ജോമോ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവന് ഈ ഒരു ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം, ഹാക്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അവനെ വിളിച്ചിട്ട് ജോമോ ജെനിയെ കാണാനില്ല, അവളിപ്പോൾ എവിടെയാണെന്നുള്ള ആ ഒരു ലൊക്കേഷൻ നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറഞ്ഞിട്ട് അത് കണ്ടുപിടിക്കാൻ നോക്കുന്നു. ഇതേ സമയം റോബിനാണെങ്കിലോ പാവം, ആൾറെഡി അവനെ എല്ലാവരും പാവത്താനെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് പാവം ജെനിയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് അവൾക്ക് CPR കൊടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ജെനി എനിക്ക് ജെനി പ്ലീസ് നീ മരിച്ചു പോകരുത്, പെട്ടെന്ന് എഴുതേൽക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസ് ഇപ്പോൾ ഇവിടേക്ക് വരും, ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ ചോയ് പറയും അതെ, അതുമല്ല നമ്മൾ അവളെ തട്ടിക്കൊണ്ടു കൂടി വന്നേക്കാണ്. അപ്പോഴാണ് റോബിൻ, എടാ എന്തുവാണ് അവിടെ ഇരുന്ന് പറയുന്നത്, എന്തെങ്കിലും ഒന്നൊന്ന് ചെയ്യ്
ഇല്ലാന്നുണ്ടെങ്കിൽ ആംബുലൻസ് വിളിക്കാൻ പറയുമ്പോഴത്തേക്കും ചോയ് പറയും, എടാ അവൾ മരിച്ചുപോയി, ഇനി അവളുടെ കണ്ണ് നോക്ക്, അവളുടെ കണ്ണിൽ ജീവൻ പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് കരയുമ്പോഴത്തേക്കും റോബിൻ പറയും, ഞാനാണെങ്കിൽ കല്യാണം പോലും കഴിച്ചില്ല എന്ന് പറയുമ്പോൾ ചോയ് പറയും, എടാ നീ കല്യാണം കഴിച്ചില്ല, എനിക്കാണെങ്കിൽ ഒരു ഭാര്യയും കുട്ടിയുണ്ട്, ഞാനൊരു കൊലയാളിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അവളുടെ ശരീരം മറച്ചു വെക്കാം. കാരണം ജെനിയെ പറ്റി ആ ഒരു മുത്തശ്ശിയോടും പറയാൻ കഴിയത്തില്ല, ഹോസ്പിറ്റലിലും പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും അവളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മറക്കുന്നത് വരെ ഇവളുടെ ശരീരം നമുക്ക് എവിടെയെങ്കിലും ഒളിപ്പിക്കാന്ന് പറഞ്ഞ് ഇപ്പം അതിനിടയിൽ നമ്മുടെ ജെനിയുടെ കണ്ണ് ഇവരെ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കണ്ണടയ്ക്കാൻ കഴിയത്തില്ല. അങ്ങനെ രണ്ടുപേരും ഒരു ചെറിയ വണ്ടിയിൽ ജെനിയുടെ ശരീരം എടുത്ത് മൂടി വെച്ചിട്ട് ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാണ് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി. അങ്ങനെ രാത്രി നടന്നു പോകുമ്പോഴത്തേക്കാണ് ഇവർ പോകുന്ന വഴിയാണ് ആ ഒരു വേസ്റ്റ് എല്ലാം കൊണ്ടുകളയുന്ന സ്ഥലമുണ്ടല്ലോ, ആ ഒരു വലിയ കുഴി, അത് നമ്മുടെ ചോയ് കാണുന്നത്. അപ്പോൾ ചോയ് പറയും, റോബിൻ ഇതാണ് എന്തായാലും സേഫ് ആയിട്ടുള്ള സ്ഥലം, ഇവിടെ ആരും വരാൻ പോകുന്നില്ല, ഞാൻ പലതവണ കംപ്ലൈൻറ്റ് ചെയ്തിട്ടും ഇവിടെ ആരും വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അവളുടെ ശരീരം ഇവിടെ തന്നെ ഒളിപ്പിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടേക്ക് ഈ ഒരു ശരീരം തള്ളാനായിട്ട് നിൽക്കുമ്പോഴാണ് കറക്റ്റ് സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോ ലീ ഉണ്ടല്ലോ അവൻ വരുന്നത്. എന്നിട്ട് ടോർച്ച് അടിച്ച് നോക്കിയിട്ട്, ഏയ് നിങ്ങളാരാ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ചോയിയുടെ മുഖത്ത് ടോർച്ച് അടിക്കുമ്പോഴാണ്, ഹേയ് കണ്ണാടി, നീയല്ലേ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്ഥലത്തെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഓഫീസിലേക്ക് വരാറുള്ളത്, ഇപ്പോൾ നീ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടുന്നു എന്ന് ചോദിക്കുമ്പോൾ ചോയ് പറയും, ഹേയ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങളിത് വെറുതെ ഇവിടെ ചുറ്റി നടക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ, പക്ഷെ നീ പറയുന്നത് കേട്ടിട്ട് എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ, സത്യം പറയും എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ റോബിനാണെങ്കിൽ പേടിച്ചിട്ട് ആ ഒരു റെയിൻ കോട്ട് വെച്ച് ഇങ്ങനെ മറച്ചു പിടിക്കുകയാണ്. അപ്പോഴാണ് ലീ പറയുന്നത്, നിങ്ങളുടെ വസ്ത്രരീതി, തലയിലെ ലൈറ്റ് ഇതെല്ലാം കണ്ടിട്ട് ആരെയോ തട്ടിക്കൊണ്ട് പോകുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പോഴാണ് റോബിൻ, ഡേയ് എന്തോ അത്, ഒരിടത്തിരുന്നിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടതുപോലെയാണല്ലോ പറയുന്നത്. അപ്പോഴാണ് ലീ, അല്ല നിങ്ങൾ ആ ഒരു ട്രോളിൽ എന്താ മറയ്ക്കുന്നത് എന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുന്നതും ഒന്നുമില്ല എന്ന് പറഞ്ഞ് അതിലേക്ക് തട്ടുമ്പോഴത്തേക്കും ഇത് ആ ഒരു ഇറക്കത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഈ ട്രോളി ഉൾപ്പെടെ നേരെ താഴേക്ക് പോകുന്നു. അതുപോലെ ഇത് പെട്ടെന്ന് ഒരിടത്ത് വെച്ച് മറിഞ്ഞ് ജെനിയുടെ ശരീരം അതിൽ നിന്ന് ഉരുണ്ട് നേരെ താഴെയുള്ള ആ ഒരു അഴുക്ക് വെള്ളമുണ്ടല്ലോ അതിലേക്ക് വന്ന് വീഴും. മുകളിൽ നിൽക്കുന്ന നമ്മുടെ ലീക്ക് അതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ലീ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി നോക്കുമ്പോഴത്തേക്കും ഇവരും ലീയെ പിടിക്കാൻ വേണ്ടി അവന്റെ പിറകെ തന്നെ വരികയാണ്. അങ്ങനെ ഉരുണ്ട് നമ്മുടെ ചോയിയും റോബിനും ഇവര് രണ്ടുപേരും നേരെ ആ ഒരു അഴുക്ക് വെള്ളത്തിലേക്ക് വന്ന് വീഴും. എന്നിട്ട് എഴുന്നേറ്റിട്ട് ദേഹം മുഴുവൻ അഴുക്കായെന്ന് പറയുമ്പോൾ ലീ ജെനിയുടെ ശരീരം കണ്ടു. എന്നിട്ടാണ് അവൻ പറയുന്നത്, അയ്യോ ഇതാ ഒരു പ്രശ്നക്കാരി പെണ്ണല്ലേ, അവളെ നിങ്ങൾ രണ്ടുപേരും കൊന്നിട്ട് കൊണ്ട് മറയ്ക്കാൻ വരുമായിരുന്നല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചോഹിയും റോബിനും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, എടാ അങ്ങനെയൊന്നുമല്ല പ്ലീസ്, ഞങ്ങൾ ഇവിടെ കൊന്നതൊന്നുമില്ല, അവൾ മരിച്ചുപോയതാണ് എന്നും പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഇതുപോലെ അവൾ തന്നെയാണ് ഈ ഒരു പ്ലാൻ ചെയ്തത്, അവളെ തട്ടിക്കൊണ്ട് പോയിട്ട് അത് വീഡിയോ എടുത്ത് അവളുടെ മുത്തശ്ശിക്ക് അയച്ച് അതിൽ നിന്ന് പണം വാങ്ങിക്കാനായിട്ടാണ് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തത്. പക്ഷെ അതിനിടയിൽ ഈ പെണ്ണ് മരിച്ചുപോയി, സത്യമായിട്ട് അവളുടെ മരണമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, അവൾ ഞങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്താണെന്നെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും കരയാത്ത കരച്ചിൽ. എൻ്റെ പൊന്നു, ഈ ഒരു സീൻ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ കരച്ചിലുണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ സംസാരിച്ചിട്ട് പെട്ടെന്ന് ഇവർ തിരിയുമ്പോഴത്തേക്കാണ് ജെനിയെ അവിടെ കാണാനില്ല. ജെനി എവിടെ പോയെന്ന് പറഞ്ഞിട്ട് ജെനി ഇനി എവിടെ പോയെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ആ വെള്ളത്തിലെല്ലാം നോക്കാണ്. അവളുടെ ശരീരം അവിടെ കാണുന്നത് പോലുമില്ല. അപ്പോൾ ലീ പറയും, ആ പെണ്ണിന്റെ ശരീരം എവിടെ, അവളുടെ ശരീരം എവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് നിങ്ങളെ സഹായിക്കാൻ ദൂരത്തിനും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ, അയ്യോ സാർ നിങ്ങൾ എന്താ ഈ പറയുന്നേ, അങ്ങനെ മൂന്നാമതൊരാളേ ഇല്ല, ഞങ്ങൾ പറയുന്നതൊന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പിന്നെയും കരയുമ്പോഴത്തേക്കും ലീ പറയും, ഓക്കെ ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ പോലീസിനെ കോൾ ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടേക്ക് പോലീസും വരുന്നുണ്ട്. എന്നിട്ട് ഒരു പോലീസുകാരൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ജെനിയുടെ ശരീരം നോക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ റോബിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് കോരിയിട്ട് ആ ഒരു പോലീസുകാരൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേ സമയം മുത്തശ്ശി പറഞ്ഞ ജൂമോ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവനിപ്പോൾ നമ്മുടെ ജെനിയുടെ ഫോൺ അതെവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ഒരു മംഗോളിയൻ ദ്വീപിൽ ജെനി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പെട്ടെന്ന് ആ ഒരു മുത്തശ്ശിയെ വിളിച്ചിട്ട്, മുത്തശ്ശി ജെനി ഇപ്പോൾ ഉള്ളത് മംഗോളിയയിലാണെന്ന് പറയുമ്പോൾ, എടാ മണ്ട നീ എന്താ ഈ പറയുന്നേ, കുടിച്ചിട്ടിരിക്കുകയാണോ, എങ്ങനെ കൊറിയയിലുള്ള അവള് മംഗോളിയയിലേക്ക് പോകുന്നേ, അത് ഇത്ര സമയം കൊണ്ട്, ഓക്കെ ഞാൻ ഒരു തവണ കൂടി ചെക്ക് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ ഒന്നുകൂടി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ വീണ്ടും നമ്മുടെ ജെനിയുടെ ഫോൺ ഇവരുടെ നഗരത്തിലെ ആ ഒരു വേസ്റ്റ് കുഴിയുണ്ടല്ലോ അവിടെ തന്നെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് മുത്തശ്ശിക്കും ജൂമോയ്ക്കും മനസ്സിലാവുന്നില്ല. ഇതേ സമയം ഇവിടെ ഒരു പോലീസുകാരൻ നമ്മുടെ ലീയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ലീ പറയുന്നത്, സാർ ഇവർ രണ്ടുപേരും ഒരു പെൺകുട്ടിയെ കൊന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് മറയ്ക്കാനായിട്ട് ശ്രമിച്ചു, അത് ഞാൻ കണ്ടു, അതിനു മുന്നേ മൂന്നാമതൊരാൾ വന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ശരീരം കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ ഇപ്പോൾ ലീയോട് ചോദിക്കും, അല്ല സാർ നിങ്ങൾ പറഞ്ഞ ആ ഒരു പെൺകുട്ടി കുറച്ച് പൊക്കം കുറഞ്ഞിട്ട് ആ പെൺകുട്ടി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലീ പെട്ടെന്ന് തിരിഞ്ഞിട്ട് അത് തന്നെ ആ ഒരു പെണ്ണാണെന്ന് പറഞ്ഞ് തിരിയുമ്പോഴത്തേക്കും ഇതെങ്ങനെ സംഭവിച്ചു, മരിച്ചുപോയ ലീയെ ഒരു നിമിഷത്തേക്ക് കാണാനില്ല, പക്ഷെ അതേസമയം അവൾ തിരിച്ചു പോയി ജീവനോടെ വന്ന് നിൽക്കുന്നു.
ഇത് കണ്ട് ലീ അന്തം വിട്ട് നോക്കി നിൽക്കുന്നതും നമ്മുടെ റോബിനുണ്ടല്ലോ, അവനിപ്പോൾ നോക്കിയിട്ട് ഹായ് ജെനി നീ തിരിച്ചു വന്നു എന്ന് ചോദിച്ച് ചിരിച്ച് പേടിച്ച് താഴേക്ക് ഒന്നിങ്ങ് വീഴും ബോധമില്ലാതെ. അങ്ങനെ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. നമ്മുടെ റോബിൻ ഇപ്പോൾ തിരിച്ച് ഈ തെരുവിലൂടെ നടന്നു വരുമ്പോഴത്തേക്കാണ് ഇതിനു മുന്നേ ജെനിയുടെ അടുത്ത് നിന്ന് ആ ഒരു ബാഗ് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സാധനങ്ങളെല്ലാം മുകളിലേക്ക് പോയിട്ട് അതിൽ കത്തി കാര്യങ്ങളൊക്കെ താഴേക്ക് വീണിട്ടില്ലായിരുന്നു. അത് അടുത്തുള്ള ചുമരിൽ തറച്ചിരിക്കുമായിരുന്നു. അതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ലീ ഉണ്ടല്ലോ, അവനാണ് ആ ഒരു കാര്യം ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ലീ ഒരു സൂപ്പർ ഹ്യൂമനാണ്. അവന് തൊടാതെ തന്നെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പൊ കാണിക്കുമ്പോൾ അവിടെ പൊട്ടിപ്പോയ ഒരു ഇരുമ്പ് ഭാഗം അത് പതിയെ അവന്റെ കൈ വെച്ചിട്ട് അനക്കി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അവളെ പരിശോധിക്കുന്നു. കൂടാതെ ചോയിനെയും റോബിനെയും അതേപോലെ തന്നെ ലീ, ഇവരെ മൂന്നുപേരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലീ പോലീസുകാരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി മരിച്ചുപോയ കാര്യം ഞാൻ കണ്ടിരുന്നു സാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചോയ് പറയും, എടാ നീ എന്തായി പറയുന്നത്, അത് ഞങ്ങളുടെ സുഹൃത്താണ്, പിന്നെ അവളിപ്പോൾ ജീവനോടെ വന്നത് നീയും കൂടി കണ്ടതല്ലേ, അവളാണെങ്കിലും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല, പിന്നെ നീ എന്താ കംപ്ലൈന്റ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇവർ രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞ് എങ്ങനെയും രക്ഷപ്പെടുന്നു പോലീസിന്റെ കയ്യിൽ നിന്നും. അപ്പോൾ നമ്മുടെ ലീ വിചാരിക്കും അവനായിരിക്കും ഇനി തെറ്റായിട്ട് വിചാരിച്ചത് എന്ന് പറഞ്ഞ് സോറി പറഞ്ഞിട്ട് അവനും അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് റൂബിനും ചോയും നേരെ ജെനിയുടെ അടുത്തേക്ക് വന്നിട്ട്, അല്ല സത്യത്തിൽ നീ മരിച്ചുപോയതല്ലേ, അതുമല്ല പെട്ടെന്ന് നിന്നെ കാണാതായി, നിനക്ക് എന്താ സംഭവിച്ചത്, നീ എവിടെ പോയിട്ടാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ജെനി പറയും, അതാണ് എനിക്കും അറിയാത്തത്, ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നത് ഒരു ഗുഹയ്ക്കകത്ത് നിന്നാണ്. അപ്പോൾ ഒരു മുത്തശ്ശി വെളിയിൽ വന്നിട്ട്, മോളെ ഈ സമയത്ത് നീ അവിടെ എന്താ ചെയ്യുന്നേ, ഇതൊരു മംഗോളിയൻ കാടാണ്, വലിയൊരു കാറ്റും മഴയെല്ലാം വരാൻ പോകുന്നു, പെട്ടെന്ന് വീട്ടിലേക്ക് പോ എന്നാ ഒരു മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് വെളിയിലേക്ക് വരാനായിട്ട് അവർ ആവശ്യപ്പെട്ടു. പക്ഷെ പിന്നീട് ഞാൻ നോക്കുമ്പോൾ വീണ്ടും ആ ഒരു അഴുക്ക് സ്ഥലമുണ്ടല്ലോ അവിടെ തന്നെ ഞാൻ വന്നു, ഇതെല്ലാം എനിക്കൊരു സ്വപ്നം പോലെയാണ് തോന്നിയത്, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല എന്നും പറയും. എന്നിട്ട് ജെനി പറയും, നമ്മൾ ഇതുപോലെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും പണം അടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചു എന്ന കാര്യം മുത്തശ്ശി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെയും കൊല്ലും, എൻ്റെ മുത്തശ്ശി അത്രയും ഡേഞ്ചർ ആണെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇവർ രണ്ടുപേരും പേടിച്ചിട്ട് ആ ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നുണ്ട്. രണ്ടുപേരുടെ തല മാത്രം വെളിയിൽ കാണുന്ന രീതിയിൽ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് മുത്തശ്ശി കുറച്ച് ആളുകളെയും കൊണ്ടുവന്ന ഒരു ഗ്യാങ്സ്റ്ററിനെ പോലെ ഇവരെ രണ്ടുപേരെ കൊല്ലാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവരെല്ലാവരും പേടിച്ചിരിക്കുമ്പോഴത്തേക്കാണ് കറക്റ്റ് ആ ഒരു മുത്തശ്ശി അകത്തേക്ക് കയറി വരുന്നത്. ഇതുകൂടി കണ്ടിട്ട് ഇവർ മൂന്നുപേര് പേടിച്ച് പല വഴിക്ക് ഓടുകയാണ്. ഇപ്പൊ ചോയിയും റൂബിനും അവിടെയുള്ള കട്ടിലിനടിയിലൊക്കെ പോയി ഒളിച്ചിരിക്കും. നമ്മുടെ ജെനി ആണെങ്കിലോ ചാടി അടുത്തുള്ള കബോർഡിലേക്ക് കയറിയിട്ട് അതിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നതും. ഇപ്പോൾ നോക്കണം, പെട്ടെന്നൊരു കാര്യം സംഭവിക്കുന്നു. എന്താന്ന് വെച്ചാല് നമ്മുടെ ജെനി ആ കബോർഡിനകത്താണല്ലോ കയറിയത്, അവൾ ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിൽക്കുന്നു. അതും ഈ പഴയ കാലത്തെ ജാപ്പനീസ് ആളുകളുണ്ടല്ലോ, ഈ രാജാക്കന്മാര്, അതുപോലുള്ളൊരു സ്ഥലം. ഇപ്പോൾ രാജാവ് ഏതോ ഒരാൾ എന്തോ ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്തോ ഒരു ശിക്ഷ കൊടുക്കാണ്. അതിനിടയിലാണ് നമ്മുടെ ജെനി ഇപ്പോൾ നിൽക്കുന്നത്. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ഒരു മുത്തശ്ശി വന്നിട്ട് ഇവർ രണ്ടുപേരും വെളിയിലേക്ക് ഇറക്കി. ജെനി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദേ അതിനകത്തുണ്ടെന്ന് പറയും. അങ്ങനെ അവർ വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കബോർഡിൽ ജെനിയെ കാണാനില്ല. എന്നിട്ട് കബോർഡ് അടച്ച് പിന്നെയും ഒരു തവണ കൂടി തുറന്ന് നോക്കുമ്പോഴത്തേക്കും ജെനി ഇപ്പോൾ അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. ജെനി ആണെങ്കിൽ പേടിച്ച് പെട്ടെന്ന് തന്റെ മുത്തശ്ശിയെ കെട്ടിപിടിച്ചിട്ട്, അയ്യോ മുത്തശ്ശി, എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഞാനിപ്പോൾ വേറെ എവിടെ പോയിട്ട് വന്നതുപോലെ, ഇനി മരിച്ചുപോയി ജീവനോടെ തിരിച്ചു വന്നതുകൊണ്ട് അമാനുഷ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണുവാണോ എന്നെല്ലാം പറഞ്ഞ് അവൾ പേടിക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും സംസാരിക്കുന്ന കാര്യം നമ്മുടെ ലീ ഉണ്ടല്ലോ, അവൻ ആ ഒരു ഹോസ്പിറ്റൽ മുറിയിലെ വെളിയിൽ നിന്നിട്ട് ഒളിച്ച് കേൾക്കുന്നുണ്ട്. അതെല്ലാം കേട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ ഇതേ സമയം തട്ടിക്കൊണ്ടുപോയിട്ടുള്ള നമ്മുടെ അപ്പൂപ്പനുണ്ടല്ലോ, അപ്പൂപ്പനെ കാണിക്കുമ്പോൾ അപ്പൂപ്പൻ ഇപ്പോൾ ഒരു നല്ല റൂമിനകത്ത് ഇരിക്കുകയാണ്. അപ്പോഴാണ് അപ്പൂപ്പന്റെ മുന്നിലേക്ക് ഒരു സ്ത്രീ വന്നിട്ട്, ഹായ് സാർ, നിങ്ങൾ 20 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഓർഫനേജിലെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്തില്ലേ, ആ സമയത്ത് അവിടെ ഒരു തീ അപകടം ഉണ്ടായി, അതിലെ ഒരുപാട് കുട്ടികളെ രക്ഷപ്പെട്ടു എന്ന് കേട്ടു, അതിൽ എത്ര കുട്ടികളെ നിങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ പറയും 397 എന്ന് പറഞ്ഞൊരു ചെറിയ കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്ത്രീ, ഓക്കെ നിങ്ങളിത് ഈ ആഹാരം എല്ലാം കഴിച്ചു എന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ നല്ല സന്തോഷമായിട്ട് അവിടെ ഇരിക്കുന്ന ആഹാരം എടുത്ത് കഴിക്കുകയാണ്. പക്ഷെ അവിടെയാണ് ഒരു ടെസ്റ്റ്. നമ്മുടെ അപ്പൂപ്പൻ ആ ഒരു മുറിക്കകത്തിരിക്കുന്നതും ആഹാരം കഴിക്കുന്നതും അപ്പൂപ്പന്റെ മുന്നിൽ അതുപോലൊരു സ്ത്രീ ഉള്ളതുവരെ ഒരിക്കലും സത്യമല്ല, അതെല്ലാം വെറും ഇല്യൂഷൻ മാത്രമാണ്. ഇപ്പോൾ വെളിയിൽ ഒരു കണ്ണിന് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ ഇരിക്കുന്ന ഈ പെണ്ണുണ്ടല്ലോ, അവളുടെ പേര് ജൂലി എന്നാണ്. അവളാണ് ഇതിന് കാരണം. എന്താണെന്ന് വെച്ചാൽ അവൾക്കും ഇതുപോലൊരു സൂപ്പർ പവർ ഉണ്ട്, മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ മുന്നിൽ ഒരു ഇല്യൂഷൻ സൃഷ്ടിക്കുക എന്നുള്ളൊരു പവറാണ് അവൾക്കുള്ളത്. അവളുടെ അടുത്ത് തന്നെ ഈ അപ്പൂപ്പനെ തട്ടിക്കൊണ്ട് പോകുന്നതിന് മുന്നേ ഒരുത്തൻ അവന്റെ കൈ മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴാണല്ലോ അവിടെയുള്ള സാധനങ്ങളെല്ലാം പൊങ്ങിയിട്ട് അതെല്ലാം ചതഞ്ഞു പോയത്. അവനുമുണ്ട്. അപ്പൊ അവന്റെ പേര് കിം എന്നാണ്. ഇപ്പൊ അവനോടൊപ്പം തന്നെ വേറൊരു പെണ്ണുണ്ട്, അവളെ എന്തായാലും നമുക്ക് ജോലി എന്ന് വിളിക്കാം. പിന്നെ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ ഒരു പെണ്ണ്, ആ പവറുള്ള പെണ്ണിനെ നമുക്ക് എന്തായാലും സാറാന്ന് വിളിക്കാം. അങ്ങനെ കിം തന്റെ കയ്യിലുള്ള ആ ഒരു ഫയലിലെ 3972 എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നോക്കുമ്പോഴാണ്
ഒരു ഫോട്ടോ അവർക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ചെറിയ പയ്യൻ വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ ലീ ഉണ്ടല്ലോ, അവനാണ്. എന്താ സത്യത്തിൽ സംഭവിച്ചെന്ന് വെച്ചാല് ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുന്നേ ഈ അനാഥരായിട്ടുള്ള കുട്ടികളെല്ലാം ഒരു വലിയ ഗോഡൌണിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ സയന്റിസ്റ്റ് ഇല്ലേ, അയാളുടെ പേര് ഹാവൂൻ എന്നാണ്. അയാൾ ഈ കുട്ടികളെല്ലാം വെച്ചിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ റിസർച്ചിന്റെ അവസാനം ഒരുപാട് കുട്ടികൾ മരിച്ചുപോയി. ബാക്കിയുള്ള കുട്ടികൾക്കാണെങ്കിലോ ഒരുപാട് സൂപ്പർ പവറുകളും കിട്ടി. അതും പലർക്കും പല രീതിയിലുള്ള സൂപ്പർ പവറുകളാണ്. അപ്പൊ അതുപോലെ എല്ലാവരും അതിനകത്ത് ജീവിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരേ ഒരു സുഹൃത്ത്, അവന്റെ ഒരു ഒറ്റ സുഹൃത്ത് കെവിൻ എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഇവരെല്ലാവരും അതിനകത്ത് കഴിയുമ്പോൾ നമ്മുടെ ഹീറോ ലീ ഉണ്ടല്ലോ, അവൻ പോലും അറിയാതെ അവന്റെ പവർ യൂസ് ചെയ്യുന്നതും അവിടെയുള്ള തടി, ബോള്, ബുക്ക് ഇതെല്ലാം മുകളിലേക്ക് ഉയർന്നിട്ട് അതങ്ങനെ കിടന്ന് പറക്കുമ്പോഴത്തേക്കും അവനെ സമാധാനിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് കെവിൻ ആയിരുന്നു. അതുമല്ല അതിനിടയിൽ വലിയൊരു ചെയർ ഇവരുടെ മുകളിലേക്ക് വീഴാൻ പോകുമ്പോൾ കെവിൻ അത് തടയും. അപ്പോൾ കെവിന്റെ തലയിൽ നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ലീ ചോദിക്കും, എടാ ഞാൻ കാരണമല്ലേ നിനക്കിത് സംഭവിച്ചത് ചോദിക്കുമ്പോൾ കെവിൻ പറയും അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ തലയിലെ മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അതുപോലുള്ളൊരു പവറാണ് കെവിനുള്ളത്. അത് കഴിഞ്ഞിട്ട് കെവിൻ നമ്മുടെ ലീക്ക് എങ്ങനെയാണ് തന്റെ പവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്, അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നെല്ലാം കെവിൻ പറഞ്ഞു കൊടുക്കുന്നതും ലീ ഇപ്പോൾ താഴെ കിടക്കുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ കൺട്രോൾ ചെയ്ത അവസരം ആ ഒരു ബുക്ക് മുകളിലേക്ക് എടുത്ത് ലീ ആ ഒരു ബുക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഒരു ചെറിയ പെൺകുട്ടിക്ക്. ആ ഒരു പെൺകുട്ടി വേറെ ആരുമല്ല, സാറ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ മറ്റുള്ളവരുടെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആ ഒരു പെണ്ണ്, അവൾക്കാണ്. അതിലൂടെ തന്നെ രണ്ടുപേർക്കിടയിലും എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ വേറെ എന്തോ ഒരു കാരണങ്ങൾ കൊണ്ട് ആ ഒരു റിസർച്ച് സെന്ററിന് വലുതായിട്ട് തീ പിടിച്ചു. അതിൽ ഒരുപാട് കുട്ടികൾ മരിച്ചുപോയി. ബാക്കിയുള്ള ഒരുപാട് കുട്ടികൾ രക്ഷപ്പെട്ടു പോവായിരുന്നു. കൂടാതെ ആ ഒരു അപകടത്തിൽ കെവിൻ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടല്ലോ, അവനും മരിച്ചുപോയി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലീ ഇപ്പോൾ സ്വപ്നം കണ്ട് പെട്ടെന്ന് കണ്ണുറക്കുമ്പോഴത്തേക്കും അവന് ചുറ്റും ആ റൂമിലുള്ള എല്ലാ സാധനങ്ങളും അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്നു. അങ്ങനെ അവൻ നോർമൽ ആവുന്നതും എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ താഴെ വീഴുമ്പോൾ താഴെയുള്ള ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഈ വീടിന്റെ ഓണർ, അവർ ദേഷ്യപ്പെട്ട് വഴക്ക് പറയുന്നുണ്ട്, എന്താ അവിടെ വീണ്ടും ശബ്ദം കേൾക്കുന്നതെന്ന്. അപ്പൊ ഇതുപോലെയാണ് നേരത്തെ സംഭവിച്ചത്. അതുകൊണ്ടാണ് അവർ വന്ന് വഴക്ക് പറഞ്ഞപ്പോൾ ലീ അവരോട് സോറി പറഞ്ഞ് ആ ഡോർ അടിച്ച് നമ്മൾ കണ്ടല്ലോ എല്ലാ സാധനങ്ങളും താഴെ വീണ് കിടക്കുന്നത്. ഇതുപോലെയാണ് അപ്പോഴും സംഭവിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശിയെ കാണിക്കുമ്പോൾ മുത്തശ്ശി ഇപ്പോ ജെനിയുടെ കൂടെ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് അവളുടെ മുകളിലേക്ക് ഈ ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് സാധാരണ ജെനിയുടെ കാലിൽ ഒരു വല്ലാത്ത പാടും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്, ഒടിഞ്ഞതും ചതഞ്ഞതും ഇതുപോലെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ അവളുടെ കാലിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. എന്ത് സംഭവിച്ചെന്ന് മുത്തശ്ശിക്കും അറിയുന്നില്ല. കറക്റ്റ് സമയത്ത് ഡോക്ടർ വന്നിട്ട് മുത്തശ്ശിനെ വിളിച്ച്, എന്താ ഡോക്ടർ എൻ്റെ കൊച്ചുമകൾക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്, നിങ്ങളുടെ കൊച്ചുമകൾക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ അവളുടെ ഹൃദയം പഴയതുപോലെയല്ല, അതിപ്പോ നോർമലാണ്, അവൾക്ക് ഒരു കുഴപ്പമില്ല. ഇതിന് മുന്നേ എടുത്തിരുന്ന റിസൾട്ട് പോലെയല്ല ഇപ്പോൾ ഉള്ളത്, ഒരുപാട് മാറ്റമുണ്ട്. അവൾക്കുള്ള എല്ലാ അസുഖവും ഇപ്പോൾ മാറിപ്പോയെന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മുത്തശ്ശി ചോദിക്കും, അതെങ്ങനെ സാധ്യമാവും, നിങ്ങളല്ലേ പറഞ്ഞ് എൻ്റെ കൊച്ചുമകളെ രക്ഷിക്കാൻ കഴിയത്തില്ലെന്ന്. അതെ, അത് ശരി തന്നെയാണ്. പക്ഷേ ചിലർക്ക് ഞങ്ങൾ ചികിത്സ കൊടുക്കുമ്പോഴത്തേക്കും ദൈവത്തിന്റെ സഹായം കൊണ്ട് എന്തൊക്കെയോ മാജിക്കുകൾ സംഭവിച്ച് ചിലര് രക്ഷപ്പെടാറുണ്ട്. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് ദൈവത്തിന്റെ ഒരു മിറാക്കിളാണെന്ന് ആ ഒരു ഡോക്ടർ പറയുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി എന്താ ചെയ്യുന്നത് വെച്ചാല് തന്റെ പഴയ ഒരു സുഹൃത്തുണ്ട് ചോയ് എന്ന് പറഞ്ഞിട്ട്, അയാളെ വിളിക്കുന്നുണ്ട്. പക്ഷെ അയാള് ഫോൺ എടുക്കുന്നില്ല. ഇനിയിപ്പോ രാത്രി ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇതേ സമയം നമ്മുടെ റൂബിനും ചോയും ഇവര് രണ്ടുപേരും ടെറസിന് മുകളിലിരുന്നിട്ട് ബിയർ എല്ലാം കുടിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ഇപ്പൊ ചോയ് പറയും, നീ കാരണമാണ് ആ പ്രശ്നക്കാരി പെണ്ണിനെ സഹായിക്കാനായിട്ട് ഞാൻ നിന്റെ കൂടെ വന്നത്. അത് കാരണം ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചെന്നറിയോ, നീ ഒരു മണ്ടനാണ്, മരമണ്ടൻ എന്ന് പറഞ്ഞിട്ട് ചോയ് എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കും റൂബിന് നല്ല ദേഷ്യം വരുന്നു. അതുകൊണ്ട് അവ കുടിച്ചുകൊണ്ടിരുന്ന ആ ഒരു ക്യാനുണ്ടല്ലോ അതങ്ങനെ എടുത്ത് കൈകൊണ്ട് ചുരുട്ടിയിട്ട് എന്നെയാണോ മരമണ്ടാന്ന് വിളിച്ചതെന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അത് പുറകിലേക്ക് എറിയുമ്പോഴത്തേക്കും അവിടെയുള്ള ആ ഒരു ചുമരുണ്ടല്ലോ ആ ചുമരും തകർത്ത് ഈ ക്യാനിങ് പോവാണ്. റൂബിനിപ്പോ തിരിഞ്ഞു നോക്കിയിട്ട് ഇതെന്താ ഇപ്പൊ സംഭവിച്ചെന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ നോക്കുന്നു. അങ്ങനെ ഇതൊന്നും അറിയാതെ നമ്മുടെ ചോയ് നേരെ വീടിനകത്തേക്ക് വന്നിട്ട് അവനിപ്പോ വെള്ളം കുടിക്കുമ്പോഴത്തേക്കാണ് അവന്റെ ഭാര്യ അകത്തേക്ക് വന്ന്, എന്തായി, നിങ്ങളുടെ അമ്മ ബാങ്കോക്കിലേക്ക് പോവാന്ന് പറഞ്ഞു, എന്തെങ്കിലും ആയോന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അമ്മ പറഞ്ഞു ഇപ്പോൾ വയസ്സായിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് മറ്റൊരു തവണ പോവാന്ന് പറഞ്ഞു എന്ന് ചോയ് കള്ളം പറഞ്ഞിട്ട് ആ ഒരു ഫ്രിഡ്ജിലേക്ക് കൈ വെക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവന്റെ കൈ ആ ഒരു ഫ്രിഡ്ജിൽ അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഫ്രിഡ്ജിൽ നിന്ന് ഒരു വിധത്തിൽ അവന് കൈ എടുക്കാനായിട്ട് കഴിയുന്നില്ല. അവനിങ്ങനെ നോക്കുകയാണ് ഇതെന്ത് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട്. ഇവിടെ റൂബിനെ കാണിക്കുമ്പോൾ അവനെറിഞ്ഞ ആ ഒരു ക്യാൻ ഉണ്ടല്ലോ അത് ഒരു ചുമര് മാത്രമല്ല അടുത്ത ചുമരും തകർത്ത് വലിയൊരു ഹോൾ ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ രണ്ടുപേർക്ക് എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാവാതെ തല ചോർക്കി നിൽക്കാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ഇപ്പോ ജെനിക്ക് ആഹാരം എല്ലാം വെച്ചു കൊടുക്കാണ്. ജെനി, ഇപ്പോഴാണ് നിന്റെ ഡോക്ടർ പറഞ്ഞത് നിനക്കുള്ള അസുഖങ്ങളെല്ലാം പോയെന്ന്, അതുകൊണ്ട് നല്ലതുപോലെ ആഹാരം എല്ലാം കഴിക്കി. പിന്നെ നിങ്ങളുടെ നാടകം
അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അതിൽ ആരൊക്കെയുണ്ട്? ആ പൂക്കടക്കാരനും റോബിനും നിന്നോടൊപ്പം സഹായത്തിനായിട്ടുണ്ടെന്ന് എനിക്കറിയാം. വേറെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ജെനി പറയും, ഇല്ല മുത്തശ്ശി, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. എന്തായാലും നീ പണത്തിന് വേണ്ടിയിട്ടല്ല ഇതെല്ലാം ചെയ്തത്. ഇപ്പോൾ നിന്റെ അസുഖം മാറിയതുകൊണ്ട് നിനക്ക് ആവശ്യമായിട്ടുള്ള പണം ഞാൻ തരാം. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് ചുറ്റി കറങ്ങിയിട്ട് നീ വാ എന്ന് പറയുമ്പോൾ നമ്മുടെ ജെനി, അയ്യോ മുത്തശ്ശി ഇത്രയും നല്ല ആളായിരുന്നു, പണം താ എന്ന് പറയുമ്പോൾ, അതിനു മുന്നേ ഒരു കണ്ടീഷൻ. കുട്ടിക്കാലത്തെ എൻ്റെ ജെനി എനിക്കിപ്പോൾ തിരിച്ചു വേണം. കുട്ടിക്കാലത്ത് ഞാൻ എന്ത് പറഞ്ഞാലും നീ നല്ലതുപോലെ അത് അനുസരിക്കും. അതുപോലെയുള്ള ജെനി ഇനിയുള്ള 30 ദിവസത്തേക്ക് നീ അതുപോലെ നല്ലൊരു ജെനിയായിട്ട് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നിനക്ക് പണം തരാം. ഇതാണ് ആദ്യത്തെ ദിവസം എന്നും പറഞ്ഞ് ഈ 30 ദിവസത്തേക്കുള്ളൊരു ചെറിയ കാർഡുണ്ട്. അതെടുത്ത് ജെനിയുടെ കയ്യിൽ കൊടുക്കുന്നതും ജെനിക്ക് നല്ല സന്തോഷമായിട്ട് അവളിപ്പോൾ നല്ലതുപോലെ തന്നെ ആ ഒരു ആഹാരം കഴിക്കുകയാണ്. എന്നിട്ട് ജെനി അതിലോരോ സ്റ്റിക്കറായിട്ട് ഒട്ടിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യണം, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം പോകണമെന്ന് പറഞ്ഞ് അവൾ സന്തോഷിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജെനി നേരെ റൂബിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് അവിടെയുള്ള കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് അവൾക്കുള്ള സംശയങ്ങൾ ഓരോന്നായിട്ട് പറയുന്നത്. അല്ല, ഒരു വേസ്റ്റ് ഇടുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഞാൻ എങ്ങനെ മംഗോളിയൻ കാടുകളിലെ ഗോയ്ക്കകത്ത് പോയി? അത് കഴിഞ്ഞിട്ട് കബോർഡിനകത്ത് കയറിയപ്പോഴത്തേക്കും ഞാൻ ചൈനക്കാരെ കണ്ടു. അതെങ്ങനെയെന്നെല്ലാം ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റോബിനുണ്ടല്ലോ, അവൻ എന്തൊക്കെയോ പവർ കിട്ടിയിട്ടുണ്ടല്ലോ. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ പുറകിലിരുന്ന് ആ വലിയ ഉള്ളിയുണ്ടല്ലോ അതെല്ലാം വെട്ടുകയാണ്. അത് തെറിച്ച് അവൻ്റെ കണ്ണിൽ വന്നിരിക്കുന്നു. എന്നിട്ട് മറിഞ്ഞു വീഴുന്നു. എന്നിട്ട് കണ്ണു നേറി അവിടെ കിടന്ന് നടക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ റോബിന്റെ പവർ ഒന്നും ഇപ്പോൾ വർക്കാവുന്നില്ല. അപ്പോഴാണ് ഒരു സ്ത്രീ അകത്തേക്ക് വന്നിട്ട്, ഹേയ് ജെനി, നിന്നെ കാണാനായിട്ട് ഒരാൾ വെളിയിലുണ്ട്, കണ്ണാടിയൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത്. ജെനി ഇപ്പോൾ വെളിയിലേക്ക് വരുമ്പോൾ അത് വേറെ ആരുമല്ല, ലീ ഉണ്ടല്ലോ അവനാണ്. ഇപ്പോൾ ജെനി വന്നിട്ട് ലീയോട് ചോദിക്കും, അല്ല നീ എന്തിനാ ഇവിടെ വന്നേ? അപ്പോൾ അവൻ ചോദിക്കും, നീ എത്ര തവണ മരിച്ചു പോയിട്ടുണ്ട്? ജെനി ചുറ്റിനും നോക്കിയിട്ട്, എന്നെയാണോ? അതെ. നീ ഇത് ആദ്യമായിട്ടാണോ മരിക്കുന്നത്, അതോ ഇതിനു മുന്നേ മരിച്ചിട്ട് ഇതുപോലെ ജനിച്ചു വന്നിട്ടുണ്ടോ? ഞാൻ മരിച്ചു പോയെന്നുള്ളത് ശരിയാണ്, അതുപോലെ തന്നെ ജീവനോടെ തിരിച്ചു വന്നു. ഇപ്പം അതിനെന്താ കുഴപ്പം? അതെ, നീ മരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. നീ വിശ്വസിച്ചാലേ ഇല്ലെങ്കിലും അതാണ് സത്യം. പിന്നെ നീ നല്ലതുപോലെ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് എന്ന് പറഞ്ഞ് ലീ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ അപ്പോഴാണ് റോബിൻ ജെനിയോട് ഒരു കാര്യം പറയുന്നത്. ഹേയ് ജെനി, ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അന്ന് നിന്നെ തട്ടിക്കൊണ്ടുപോകുന്നത് പോലെ നമ്മൾ വീഡിയോ എടുത്തല്ലോ, ക്യാമറ അവിടെ തന്നെ വിട്ടിട്ട് വന്നു. അപ്പോൾ ജെനി പറയും, എടാ മണ്ട, അതെൻ്റെ മുത്തശ്ശി വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഓക്കെ, എന്തായാലും ഞാൻ അത് പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ജെനി അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ജെനി പോലും അറിയാതെ നമ്മുടെ ഹീറോ ലീ ഉണ്ടല്ലോ, അവൻ വേറൊരു വസ്ത്രമെല്ലാം ഇട്ടിട്ട് ജെനിയെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ റോബിനാണെങ്കിലോ ഇവിടെ നടന്ന കാര്യമല്ല നമ്മുടെ ചോയിയോട് വിളിച്ച് പറയുമ്പോൾ ചോയി പെട്ടെന്ന്, ഓക്കേടാ ദാ വരുന്നു, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഓടി വന്ന് തൻ്റെ വണ്ടിയിലേക്ക് കയറിയിട്ട് ആ സ്റ്റിയറിങ്ങിൽ പിടിക്കുമ്പോഴത്തേക്ക് അവൻ്റെ കൈ സ്റ്റിയറിങ്ങിൽ ഒട്ടിയിരിക്കും. എന്നിട്ട് വീണ്ടും ഇളകി വരുന്നു, പിന്നെ ഓട്ടുന്നു. ചേടാ ഇതെന്താ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് അവൻ നോക്കിയിരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ലീ ജെനിയെ തന്നെ ഫോളോ ചെയ്ത് പോവാണ്. അപ്പോൾ അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവൾ മരിച്ചിട്ട് ജീവനോടെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു സൂപ്പർ പവർ ഉണ്ടായിരിക്കും. ഇല്ലാതൊരിക്കലും ഇത് സംഭവിക്കത്തില്ല. അതുകൊണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പം അങ്ങനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവൾ ഒരു തവണ കൂടി മരിച്ചാലേ അവൾ വീണ്ടും ജീവനോടെ തിരിച്ചു വരികയോ ഇല്ലയെന്ന് അറിയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ലീ ജെനിയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ വലിയ കട്ടിങ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പല പല ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം വെച്ചിട്ട് അവളെ കൊല്ലാന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പിറകെ പോകുന്നത്. പക്ഷെ ഇപ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ച് ഇപ്പോൾ ജെനി ഒരു ഷോപ്പിന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും ലീ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ചെടിച്ചട്ടിയുണ്ട്. ഓക്കെ, അതെടുത്ത് തലയിലേക്ക് ഇട്ടുകൊടുത്ത് അവളെ കൊല്ലാന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു ചെടിച്ചട്ടി മറിക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് ലീ ആലോചിക്കും, ഓക്കെ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചത് തെറ്റാണെങ്കിലോ? ഈ ചെടിച്ചട്ടി അവളുടെ മണ്ടയ്ക്ക് വീണ് അവൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചു വന്നില്ലെങ്കിൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്നും പറഞ്ഞ് അത് വീണ്ടും തിരിച്ച് മുകളിലേക്ക് തന്നെ വെക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജെനി ഉണ്ടല്ലോ, അവൾ തിരിഞ്ഞു നോക്കിയിട്ട് ലീയെ കാണുന്നതും പെട്ടെന്ന് അവൻ ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ജെനി അവിടെ നിന്ന് ഓടാണ്. അതും നമ്മുടെ ജെനിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇവർ പ്ലാൻ ചെയ്ത ആ ഒരു ഗോഡൗൺ ഉണ്ടല്ലോ അതിനകത്തേക്കാണ് അവൾ പോകുന്നത്. അങ്ങനെ കുറേ ദൂരം ഓടിയിട്ട് അതിനടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ലീയെ ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ ജെനി ആ ഒരു ക്യാമറ കണ്ടുപിടിക്കാൻ വേണ്ടി അതിനകത്തേക്ക് പോകുന്നതും പിറകെ വന്ന ലീ ആണെങ്കിലും അവിടെ വന്നിട്ട് ഇവളെന്തിനാ ഇവിടെ വന്നേ എന്ന് നോക്കുമ്പോഴത്തേക്കാണ് പിറകിൽ വേറൊരുത്തൻ, ഈ ആക്രിയെല്ലാം എടുത്ത് വിൽക്കുന്ന ഒരുത്തനാണ്. അവന്റെ കയ്യിൽ ആ ഒരു ക്യാമറ ഇരിക്കുന്നു. ഇത് കണ്ട ലീ ആ ഒരു ക്യാമറ അവന്റെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങും. അങ്ങനെ ജെനി ഇപ്പോൾ ആ ഒരു വീടിനകത്ത് ക്യാമറ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് അറിയത്തില്ലല്ലോ ഈ ക്യാമറ വെളിയിലുണ്ടെന്ന്. ഇതേ സമയം നമ്മുടെ കണ്ണാടിക്കാരനുണ്ടല്ലോ ചോയ്, അവനാണെങ്കിൽ റൂബിൻ പറഞ്ഞിട്ട് ആ ഒരു ക്യാമറ എടുക്കാൻ വേണ്ടി ജെനി വന്ന അതേ സ്ഥലത്ത് ഈ കാർ ഓടിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെ ലീയെ കാണിക്കുമ്പോഴത്തേക്കാണ് ലീ ആ ക്യാമറയിൽ ജെനി ഇതുപോലെ മരിച്ചിട്ട് തിരിച്ച് ജീവനോട് വന്ന ആ ഒരു കാര്യം കണ്ട്, ഓക്കെ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ നമ്മുടെ ജെനിയുള്ള ആ ഒരു ഗോഡൗൺ കൈകൊണ്ട് തന്നെ അങ്ങനെ കാണിച്ചിട്ട് പെട്ടെന്ന് അത് പൊളിച്ചടുക്കി അതിനുള്ളിൽ വെച്ചിട്ട് ജെനിയെ കൊല്ലാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതേ സമയം നമ്മുടെ കണ്ണാടി ജോയ് ഉണ്ടല്ലോ, അവനിപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുന്നതും ലീ ഇതുപോലെ അവന്റെ സൂപ്പർ പവർ വെച്ചിട്ട്
ആ ബിൽഡിംഗ് മൊത്തത്തിൽ തകർക്കുന്നത് കണ്ട് ചോയി അവിടെ പേടിച്ചിരിക്കുന്നു. എന്നിട്ട് അവൻ ഒരിടത്തിരുന്ന് ഒളിച്ചിരുന്നെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മുടെ ലീ ആണെങ്കിലോ ഹീറോയിൽ നിൽക്കുന്ന ആ ഒരു സ്ഥലം മുഴുവനായിട്ടും തകർത്ത് തരിപ്പണമാക്കുന്നതും. ഇപ്പോൾ ജെനിക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഒരു വഴിയുമില്ല. അവള് പേടിച്ചാലറി വിളിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ അവള് മരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് കൈ വെച്ച് 2 കണ്ണും മറച്ച് അങ്ങനെ നിൽക്കുന്നത് പെട്ടെന്ന് നമ്മുടെ ജെനി നിന്ന സ്ഥലമല്ലാതെ ഇപ്പോൾ വേറെ എവിടെ നിൽക്കുന്നു. കൈ 2 മാറ്റിയിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ചുറ്റിനും കടല്. അതും ഒരു ബോട്ടിലാണ് അവളിപ്പോൾ നിൽക്കുന്നത്. ഇതേ സമയം ചോയി ആണെങ്കിൽ അവന്റെ വണ്ടിയിലേക്ക് കയറിയിരിക്കുമ്പോൾ അവന്റെ ഭാര്യ വിളിച്ചിട്ട്, ഏയ് മനുഷ്യ, നിങ്ങൾ എവിടെയാ പോയി കിടക്കുന്നേ? നിങ്ങൾ പൂക്കളെല്ലാം ഡെലിവറി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് സ്റ്റിയറിംഗിൽ അവന്റെ കൈയും കൊട്ടും. അപ്പോൾ അവൾ ചോദിക്കും, നിങ്ങൾ എന്താ ഈ പറയുന്നേ? സോറി, എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് അവൻ സത്യം പറയുമ്പോഴത്തേക്കും ആ സ്റ്റിയറിംഗിൽ നിന്നും പിടി അങ്ങ് വിടുകയാണ്. ഷേടാ, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാതെ അവൻ പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി നമ്മുടെ ലീ എന്താ ചെയ്യുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും ലീ ഇപ്പോൾ ആ ഒരു തകർത്ത ബിൽഡിംഗ് ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് അവിടെ നിന്ന് മാറ്റുകയാണ്. അത് അവന്റെ പവർ കൊണ്ട് അവൻ ദൂരേക്ക് ഇങ്ങനെ വലിച്ചെറിയുന്നു. എന്താന്ന് വെച്ചാൽ നമ്മുടെ ജെനിയെ അവൻ അന്വേഷിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ചോയി മാത്രമല്ല ഈ ഒരു കാര്യം കാണുന്നത്. കുറച്ച് ദൂരെ നിന്ന് കിം എന്ന് പറഞ്ഞിട്ട് ആവർത്തുണ്ടല്ലോ, അവനും ഇതേ കാര്യം കാണുന്നുണ്ട്, നമ്മുടെ ഹീറോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. എന്നിട്ട് അവൻ മനസ്സിൽ പറയും, 3972 നീ ഇപ്പോൾ ഇവിടെയാണല്ലേ, ശരി, നിന്നെ ഒരിക്കലും ഞാൻ വിടാൻ പോകുന്നില്ല എന്നവൻ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലീ ആണെങ്കിലോ ജെനിയെ നോക്കിയിട്ട് അവളെ എവിടെയും കാണുന്നില്ല. ഇവളെവിടെ പോയെന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ നോക്കി നിന്നിട്ടാണ് പെട്ടെന്ന് ജെനിയെ കാണിക്കുമ്പോൾ ജെനി ആ ബോട്ടിൽ നിൽക്കുകയാണല്ലോ. ഇപ്പൊ ആ ബോട്ടിലാണെങ്കിൽ എന്തൊക്കെയോ കടത്തിക്കൊണ്ട് പോകുന്ന ആളുകളായിരുന്നു. അവരിപ്പോൾ തോക്കുമായിട്ട് വെളിയിലേക്ക് വന്ന്, നീ എങ്ങനെ ഇവിടെ വന്നേ, എന്താ ഇവിടെ ചെയ്യുന്നതെന്നെല്ലാം ചോദിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ജെനിയെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ഫയർ ചെയ്യുന്നതും ഈ ബുള്ളറ്റ് നേരെ ജെനിയുടെ അടുത്തേക്ക് വരുമ്പോൾ ജെനി വീണ്ടും പേടിച്ചിട്ട് 2 കൈ ഇങ്ങനെ വെക്കുന്നതും പെട്ടെന്ന് ജെനി അവിടെ നിന്ന് വീണ്ടും മറഞ്ഞു പോവാണ്. എന്നിട്ട് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആ ബിൽഡിംഗ് തകർന്നല്ലോ അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു വരുന്നു. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ചോയി വാ തുറന്ന് അന്തം വിട്ട് പേടിച്ചിങ്ങനെ കാണുകയാണ്. ഇതിലൂടെ തന്നെ അവന് മനസ്സിലായി നമ്മുടെ ജെനിക്കും എന്തോ ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ മുത്തശ്ശി ചോയി എന്ന് പറഞ്ഞിട്ട് തന്റെ ഫ്രണ്ടിനെ ഒരു സീനിൽ വിളിച്ചിരുന്നല്ലോ, അയാൾ ഫോൺ എടുത്തിരുന്നില്ല. ഈ അയാളുടെ വീട്ടിൽ കാണിക്കുമ്പോൾ വീടിന് വെളിയിൽ ഒരു കാർ വരുന്നു. അതിൽ നിന്നും ഹാവൂൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സയന്റിസ്റ്റ്, അതേപോലെ തന്നെ അവനോടൊപ്പം ജൂലി, സാറ, ഇവര് 2 പേരുണ്ട്. ഇപ്പൊ ഇവര് 3 പേര് ചോയി എന്ന് പറഞ്ഞ ആ ഒരാളെ വന്ന് കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ വീൽ ചെയറിൽ തന്റെ ജീവിതം ഓടിക്കുന്ന ഒരാള് 20 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ഫ്ലാഷ് ബാക്ക് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സയന്റിസ്റ്റ് ഹാവൂൻ ഉണ്ടല്ലോ, അവനിപ്പോൾ ജയിലിൽ അടച്ചേക്കുന്നു. കാരണം ഇതുപോലെ ആ ഒരു സയന്റിസ്റ്റ് കുട്ടികളെ വെച്ച് റിസർച്ച് നടത്തിയത് കൊണ്ടും ആ ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ച ഒരുപാട് കുട്ടികൾ മരിച്ചു. ഇതെല്ലാം കാരണമാണ് നമ്മുടെ സയന്റിസ്റ്റിനെ ജയിലിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടേക്ക് വന്ന വീൽ ചെയറിലുള്ള ഈ ഒരാള്, ഹേയ് സയന്റിസ്റ്റ്, നീ കുട്ടികളെ വെച്ചിട്ട് ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അതിലൊരുപാട് പേർക്ക് ഒരുപാട് സൂപ്പർ പവറുകളും കിട്ടി. പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മരണമില്ലാത്തൊരു കുട്ടിയെ അതിലൂടെ നീ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ആ ഒരു കുട്ടിയെ കണ്ടുപിടിച്ച് എൻ്റെ ഈ ഒരു രോഗത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കുവാണെങ്കിൽ നിന്നെ ഈ ഒരു ജയിലിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ ഡീലിന് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ആലോചിക്കത്തില്ല നമ്മുടെ സയന്റിസ്റ്റ് അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ വീൽ ചെയറിൽ വന്ന ഇയാള് ഈ സയന്റിസ്റ്റിനെ ആദ്യമായിട്ട് കാണുകയൊന്നുമല്ല, ഇവർ തമ്മിൽ നേരത്തെ തന്നെ അറിയാം. കാരണം ഈ കുട്ടികളെ വെച്ചിട്ട് അവർ റിസർച്ച് എല്ലാം ചെയ്യാനായിട്ട് ഈ സയന്റിസ്റ്റിന് വേണ്ടിയിട്ടുള്ള പണം ചിലവാക്കിയതേ ഈ വീൽ ചെയറിൽ വന്ന ഇയാളാണ്. പക്ഷെ ഇവിടെയാണ് ഒരു 1.5 ടെസ്റ്റ്. ഈ റിസർച്ചിന് പണം കൊടുത്തവരിൽ ഒരാള് നമ്മുടെ ജെനിയുടെ മുത്തശ്ശി ഉണ്ടല്ലോ, അവരും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളെല്ലാം ഫ്ലാഷ് ബാക്ക് മൊത്തം കാണിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ നമ്മുടെ ജെനി മറ്റൊരിടത്ത് നിന്ന് വീണ്ടും അവള് പഴയ ആ സ്ഥലത്തേക്ക് വന്നല്ലോ. ഇത് നമ്മുടെ ചോയി ആണെങ്കിൽ അവിടെ നിന്ന് കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ മരവണ്ടിയെ കൊല്ലാൻ വന്നതേ നമ്മുടെ ലീ ആണെന്നറിയാതെ അവള് നടന്ന് ലീയുടെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ തോളിലേക്ക് കൈവയ്ക്കുന്നതും ഇവൻ പേടിച്ച് പെട്ടെന്ന് അവന്റെ ആ ഒരു സൂപ്പർ പവർ അത് നമ്മുടെ ജെനിയുടെ മേളിൽ പ്രയോഗിക്കും. എന്താന്ന് വെച്ചാൽ ജെനിയെ തൂക്കിയെടുത്തൊരു ഒറ്റ ഏറ് ജെനി പറന്നു പോവാണ്. അത് പുറകിലേക്ക് അങ്ങനെ പറന്നു പോകുമ്പോഴത്തേക്ക് മണ്ടി ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നു. എന്താന്ന് വെച്ചാൽ അവൾ ജീവിതത്തിൽ ഇതെല്ലാം ആദ്യമായിട്ടാണല്ലോ ഈ പറന്നു പോകുന്നതെല്ലാം. അതുപോലെ ഈ ഒരു പുല്ലുകളുടെ മുകളിലൂടെ അവൾ പറന്നു പോവാണ്. മുഖത്തൊരു ചിരിയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കിമ്മിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് സാറ കിമ്മിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇത്രയും നാളും ഇല്ലാത്തിരുന്ന ആ ഒരു ടെൻഷനും അതേപോലെ ആ ഒരു അത്യാവശ്യം ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ എന്തുകൊണ്ട് അച്ഛനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ കിം പറയും, അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. മരണമില്ലാത്ത ആ ഒരു കുട്ടിയെ കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ ജോലി. അങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ എന്ന് കിം പറയുന്നുണ്ട്. ഇപ്പോൾ ഇവർ അച്ഛനെന്ന് വിളിക്കുന്നത് വേറെ ആരുമല്ല, അവർ സയന്റിസ്റ്റ് ഉണ്ടല്ലോ, അയാളെയാണ്. അതും കൂടാതെ കിം 3972 നമ്മുടെ ലീ ഉണ്ടല്ലോ അവനെ കണ്ടെന്നുള്ള കാര്യം കൂടി പറയുമ്പോഴത്തേക്കും
ആ സയന്റിസ്റ്റ് ഇവരുടെ അച്ഛൻ പറയും, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ, അവനെയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് പറയും. ഇതേ സമയം നമ്മുടെ ജെനിയെ കാണിക്കുമ്പോൾ ജെനി വീണ്ടും കണ്ണുറക്കുന്നതും ലീ അവളെ തൂക്കിയെറിഞ്ഞ കാര്യം, പിന്നെ അവൾ ആ ഒരു കടലിൽ പോയിട്ട് വന്ന കാര്യം, ഇതെല്ലാം റോബിനോട് പറയും. അപ്പോൾ റോബിൻ പറയും, ദേ ഞാൻ ഒരു ചെറിയ ടിന്നെടുത്ത് എറിഞ്ഞതാണ് ഇത്രയും വലിയൊരു ഹോളായത് എന്ന് അവനും പറയുന്നുണ്ട്. ഇപ്പൊ ഇവര് രണ്ടുപേരും ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മുടെ ലീയെ കാണിക്കുന്നതും ലീ ഇപ്പോൾ ഏതൊരു ഫോൺ ബോത്തിൽ എന്നിട്ട് ആരെയെ വിളിച്ച്, ഓക്കെ എന്റെ ജോലി കഴിയുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കാം എന്ന് ആരോടോ പറയുന്നുണ്ട്. പക്ഷെ അത് ആരാണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോയിനെ കാണിക്കുമ്പോൾ അവൻ ഇപ്പൊ അവരുടെ ഷോപ്പിൽ നിൽക്കാണ്. ഇപ്പൊ അവന്റെ ഭാര്യ ഇതുപോലെ കസ്റ്റമറിന് പൂ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കാണല്ലോ അവൻ കാറും കൊണ്ട് നേരെ ജെനിയുടെ പിറകെ പോയതും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടത്. അതുകൊണ്ട് കസ്റ്റമറിന് പൂ കറക്റ്റ് സമയത്ത് കിട്ടാത്തത് കൊണ്ട് ആ ഒരു ദേഷ്യത്തില് അവന്റെ ഭാര്യ അവനെ വഴക്കുറയാണ്. അപ്പോഴാണ് നമ്മുടെ ചോയ് നേരെ അവിടെയുള്ള ചെടിച്ചട്ടിയിൽ എടുത്തേക്ക് വന്നിട്ട് അതിൽ തൊട്ട്, സത്യം പറയാലോ ഞാൻ ഇന്ന് രാവിലെ മുതൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് വിചാരിച്ചത് എന്ന് കള്ളം പറയുമ്പോൾ അവന്റെ കൈ ആ ചെടിച്ചട്ടിയിൽ ഒട്ടിപ്പോവും. എന്നിട്ട് പറയും, എന്റെ ഫ്രണ്ട്സിന്റെ അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അവന്റെ ഭാര്യ, എടാ നിനക്കില്ലാത്ത ഫ്രണ്ട്സിന്റെ അച്ഛനൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരിക്കുന്നേ എന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്നിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട് ഇതുപോലെ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ അവൻ പറയും, ശരി ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വരാമെന്ന് പറയും. വേറൊന്നുമല്ല, അവന്റെ കൈ ഒട്ടിയിരിക്കുന്നതുകൊണ്ട് ഇളക്കാൻ പറ്റത്തില്ലല്ലോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജെനിയും റൂബിനും അകത്തേക്ക് വരും. അപ്പോഴും ഇവന്റെ കൈ അതിൽ ഒട്ടിയിരിക്കുകയാണ്. ഇവര് വന്നിട്ട് ചോയോട് പറയും, ഇത് നോക്ക്, ഞങ്ങൾക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് മിന്നൽ വേഗത്തില് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയുന്നു. റോബിനാണെങ്കിലോ എന്തോ ഒരു സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ട്, അവൻ അത്രയും പവർ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചോയ് നിനക്കെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചോയ് പറയും, ഈ കട അടയ്ക്കുന്ന സമയത്ത് നിങ്ങളൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ, എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് അവൻ മറിഞ്ഞു വീഴാനായിട്ട് പോകും. അപ്പോഴാണ് അവന്റെ കാല് തറയിൽ ഒട്ടിയിരുന്നിട്ട് അവൻ താഴെ വീഴുന്നില്ല. ഇത് കാണുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് മനസ്സിലായി ചോയ്ക്കും എന്തോ ഒരു സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ടെന്ന്. എന്നിട്ട് നമ്മുടെ ജെനി അവനെ മുന്നിലോട്ട് തള്ളുന്നു, അവൻ വീഴുന്നില്ല, പുറകോട്ട് തള്ളുമ്പോഴത്തേക്കും വീഴുന്നില്ല. അങ്ങനെ തന്നെ നിൽക്കാണ്. ഇവിടെ വെച്ചിട്ടാണ് ചോയ് മറ്റൊരു കാര്യം കൂടി പറയുന്നത്. ഇതുപോലെ ലീ ഉണ്ടല്ലോ, അവൻ നമ്മുടെ ജെനിയെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞതും അവനൊരു സൂപ്പർ പവർ ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയത്തില്ല, നീ ഒരു മരം വണ്ടിയാണ് എന്നെല്ലാം ജെനിയെ വഴക്ക് പറയുന്നതും ഇപ്പോൾ ജെനി മനസ്സിലാക്കും, ഓക്കെ അങ്ങനെയാണെങ്കിൽ ലീയെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ജെനി അടുത്ത ദിവസം തന്നെ ആ ഒരു കംപ്ലൈന്റ്മെന്റ് സെന്റർ ഉണ്ടല്ലോ അവിടേക്ക് നമ്മുടെ ലീയെ കാണാൻ വേണ്ടി പോവാണ്. അവൾ അകത്തേക്ക് വരുമ്പോൾ തന്നെ ആ ഓഫീസിലുള്ള എല്ലാവരും, അയ്യോ ഇതാ ഒരു പ്രശ്നക്കാരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാറിയിരിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ ലീയുടെ അടുത്തേക്ക് വന്നിട്ട് ജെനി, ഓക്കെ നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കണം. അപ്പോൾ ലീ പറയും, ഇല്ല ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല, നീ എന്നെ അവിടെ വെച്ച് തൂക്കി എറിഞ്ഞില്ലേ, അതെങ്ങനെയാ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ പതിയെ പറയും, എല്ലാവരും കേൾക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും കേൾക്കട്ടെ. അപ്പോൾ ജെനി നിനക്കൊരു സൂപ്പർ പവർ ഉണ്ട് എന്ന് പറയാനായിട്ട് വരുമ്പോൾ ലീ പെട്ടെന്ന്, സോറി മാഡം ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ആളെന്നും പറഞ്ഞ് അടുത്ത ടോക്കൺ നമ്പർ വിളിക്കും. അപ്പോഴാണ് ജെനി അടുത്ത ടോക്കൺ നമ്പർ എടുത്തു വെച്ചിട്ടുണ്ട്, അതെടുത്ത് അവന്റെ മുന്നിലേക്ക് വയ്ക്കും. അപ്പോൾ ലീ എന്താ ചെയ്യുന്ന വെച്ചാൽ അടുത്ത ടോക്കൺ നമ്പർ പ്രസ് ചെയ്യും. അപ്പോൾ ജെനി അതും എടുത്തു വെച്ചിട്ടുണ്ട്. അവ ഒരു തവണ കൂടി പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പല തവണയായിട്ട് ടോക്കൺ നമ്പർ വിളിക്കുമ്പോഴത്തേക്കും ജെനി എല്ലാ ടോക്കൺ നമ്പറും എടുത്തു വെച്ചേക്കാണ്. ഇപ്പോൾ ലീക്ക് ദേഷ്യം വന്നിട്ട് അവൻ ആ ടോക്കൺ നമ്പർ വിളിക്കുമല്ലോ ആ മെഷീനിൽ നിർത്താതെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജെനിക്ക് ദേഷ്യം വന്നിട്ട് അവിടെയുള്ള എല്ലാ ടോക്കനും വലിച്ചു വലിച്ചെടുക്കുകയാണ്. ഇവർ രണ്ടുപേരും ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ കണ്ട് ഓഫീസിലുള്ള എല്ലാവരും ഇതെന്ത് ഭ്രാന്താണെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലീ അവൻ്റെ സീനിയറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, സാർ ഞാൻ ഒരു പ്രശ്നം പരിഹരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ജെനി പിറകെ വന്നിട്ട് നമ്മുടെ റൂബിനെയും ചോയിനെയും വിളിച്ച് അവരൊരു വാൻ റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. ആ വാനിൽ ലീയെ ഫോളോ ചെയ്ത് പോവാണ്. അവൻ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ലീ വന്നിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇവർ മൂന്നുപേരും അവിടെ വന്നിരുന്നത്. ഇപ്പോൾ നമ്മുടെ ജെനിയും റൂബിനും അവിടെ വന്നിരുന്നിട്ട് അവർ രണ്ടുപേരും ആ ഒരു ഉള്ളി ഉണ്ടല്ലോ അത് പൊളിക്കാണ്. എന്നിട്ട് ലീയെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ഇവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവൻ ദേഷ്യപ്പെട്ട് അവൻ്റെ സൂപ്പർ പവർ ഉണ്ടല്ലോ അത് കാണിക്കാൻ വേണ്ടി. എന്നാലും അവൻ അവിടുന്ന് മാറത്തില്ല, അവൻ അതെല്ലാം കേട്ടിട്ട് വെറുതെ ഇരിക്കും. അവസാനം നമ്മുടെ ലീയെ എങ്ങനെയെങ്കിലും ഒരു പിടിച്ച ആ ഒരു വാനിലേക്ക് കയറ്റി അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ മുത്തശ്ശിയെ കാണിക്കുമ്പോൾ മുത്തശ്ശിയുടെ സുഹൃത്തായുള്ള ചോയ് അവൻ മരിച്ചുപോയി എന്നുള്ള കാര്യം അറിഞ്ഞ് മുത്തശ്ശി അയാളുടെ ശരീരം കാണാനായിട്ട് വരികയാണ്. അപ്പോൾ അയാൾ സൂയിസൈഡ് ചെയ്തതാണെന്നും കത്തിയെടുത്ത് സ്വയം തന്റെ കഴുത്തിൽ കുത്തിയതാണെന്നും പറയുമ്പോൾ മുത്തശ്ശിക്ക് ഒരിക്കലും ഇത് വിശ്വസിക്കാൻ കഴിയത്തില്ല. തന്റെ സുഹൃത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് മുത്തശ്ശിക്ക് അറിയാം. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ചോയ് എന്ന് പറഞ്ഞ അയാളെ കാണാൻ വന്ന നമ്മുടെ സയന്റിസ്റ്റും ജോലി സാറേ ഉണ്ടല്ലോ, ഇതിൽ ജോലി ചോയിയുടെ മനസ്സ് കൺട്രോൾ ചെയ്തിട്ട് കെവിൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുണ്ടല്ലോ മരണമില്ലാത്ത കുട്ടി, അത് നമ്മുടെ ലീയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞൊരു ചെറിയ പയ്യൻ, അവനെയാണ് ഇവർ അന്വേഷിക്കുന്നത്. ആ പയ്യൻ എവിടെയാണെന്നാണ് ചോയിയുടെ അന്വേഷിക്കാൻ വേണ്ടി ഇവർ വന്നത്. അപ്പോൾ ചോയ് പറയുന്നൊരു പേര് നമ്മുടെ മുത്തശ്ശിയുടെ പേരാണ്. അടുത്ത നിമിഷം തന്നെ ജോലി ചോയിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവനെ വെച്ച് തന്നെ അവനെ കൊല്ലുകയും ചെയ്യുന്നു.
അങ്ങനെയാണ് ചോയ് മരിച്ചത്. ഇപ്പോൾ ഫ്ലാഷ് ബാക്കിലെ ആ ഒരു റിസർച്ച് സെന്ററിൽ തീ പിടിക്കുന്നത് പോലെയും കിം, ജോലി, സാറ ഇവരെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ പോലീസുകാരും കാണാതെ രക്ഷപ്പെട്ട് പോകുന്നത് പോലെയും നമ്മുടെ സയന്റിസ്റ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഈ ഫ്ലാഷ് ബാക്കെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ 2 പോലീസുകാർ ചർച്ച് ഓഫ് ഫെറ്റൺ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു സംഘടന അവിടേക്ക് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ചർച്ചിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 പോലീസുകാർ ഇവിടെ വരുന്നത്. അങ്ങനെ വന്നിട്ട് അവർ സാറയെ കണ്ട്, മേഡം ഞങ്ങൾക്ക് ഇതുപോലെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, ഞങ്ങളൊന്ന് അകത്തേക്ക് വന്നോട്ടേ ചോദിക്കുമ്പോൾ അവൾ പറയും കുഴപ്പമൊന്നുമില്ല വന്നു എന്ന് പറഞ്ഞ്. ഇപ്പോൾ 2 പോലീസുകാരും അകത്തേക്ക് വരും. അകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ചർച്ച എങ്ങനെയാണ്, അതിനകത്ത് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്, നല്ല സമാധാനമായിട്ടുള്ള സ്ഥലം. ഇങ്ങനെയെല്ലാം കണ്ടിട്ട് അവർ 2 പേരും നടന്നു പോകുന്നു. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം, സാറയ്ക്ക് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് കഴിയുമല്ലോ. അതുകൊണ്ട് സത്യത്തിൽ അവർ കാണുന്നതൊന്നും സത്യമല്ല. അവരെ കൊണ്ട്, ആ പോലീസുകാരെ കൊണ്ട് ഇതെല്ലാം നല്ല സ്ഥലമാണെന്ന് അവിടെ തോന്നിപ്പിക്കുന്നതാണ്. അങ്ങനെ അവര് ബേസ്മെന്റിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും അവിടെയും ഒരു കുഴപ്പമില്ലാതെ ഒരു വലിയ ഗാർഡൻ പോലെയാണ് ഒരുക്കി വെച്ചേക്കുന്നത്. സത്യത്തില് അതങ്ങനെയല്ല. ഇപ്പോൾ കാണാതായിട്ടുള്ള ആ ഒരു അപ്പൂപ്പനെ ഒരു സെല്ലിൽ ഇട്ടിട്ടുണ്ടല്ലോ. ഈ അപ്പൂപ്പന്റെ അടുത്ത് നിന്ന് നോക്കുമ്പോഴും ഈ പോലീസുകാർക്ക് അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പൂപ്പൻ സഹായത്തിനായിട്ട് പലതവണ ആ പോലീസുകാരെ വിളിച്ച് നോക്കുന്നുണ്ട്, പക്ഷെ അവർക്കത് കേൾക്കുന്നത് പോലുമില്ല. അതേപോലെ അവിടെ ഒരു വലിയ ടാങ്ക് ഉണ്ടല്ലോ, അതിനകത്ത് ആ ഒരു മുട്ടത്തലയൻ പകുതി മീൻ മനുഷ്യനായിട്ട് കിടപ്പുണ്ട്. അതും ഇവർ കാണുന്നില്ല. പകരം കാണുന്നത് എന്താണ്, ഒരു സാധാരണ അക്വേറിയമാണ്. അതുകൊണ്ട് ഈ പോലീസുകാർക്ക് വേറെ സംശയമൊന്നുമില്ലാതെ അവര് ഓക്കെ എന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് വരുന്നു. അങ്ങനെ 2 പോലീസുകാരും വണ്ടിയിലേക്ക് കയറുമ്പോഴത്തേക്കും അതിലൊരു പോലീസുകാരൻ എന്റെ കൈ നല്ലതുപോലെ വീർക്കുന്നുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതും ഇവിടെ നമ്മുടെ ജെനി ലീയെ പിടിച്ച ആ ഒരു വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ട് പോവാണല്ലോ. എന്നിട്ട് ഇവർ 3 പേരും ലിയോട് പറയുന്നത് വേറൊന്നുമല്ല, ഇതുപോലെ ഇവർക്കുള്ളിലെ പല പവറുകളുണ്ടെന്നും അതെങ്ങനെയാണ് ഞങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അത് നീ ഞങ്ങളോട് പറഞ്ഞു തരണം, നമുക്കെല്ലാവർക്കും ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കാമെന്നെല്ലാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലീ വിട്ടുന്നത്, അല്ല നിങ്ങൾ എന്തിനെ പറ്റി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതെല്ലാം പറയുമ്പോൾ ചോയ് പറയും, ദേ നീ ആ ഒരു ബിൽഡിങ്ങിൽ തകർത്തത്, ജെനിയെ തൂക്കിയെടുത്ത് എറിഞ്ഞത്, ഇതെല്ലാം ഞങ്ങൾ കണ്ടതാണ്, അതുകൊണ്ട് ഞങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജെനി വെട്ടുന്ന ലീയെ നോക്കിയിട്ട് സോഡ കണ്ണാടി എന്ന് പറഞ്ഞ് അവൻ നോക്കുമ്പോഴത്തേക്കും അവന്റെ മുഖത്ത് ഒരു ബോൾ എടുത്തൊരു ഒറ്റയേറ്. എന്നിട്ടാണ് ജെനി പറയുന്നത്, എന്തെങ്കിലും ആപത്ത് വരുമ്പോഴത്തേക്കും നിന്റെ സൂപ്പർ പവർ ഉപയോഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ലീ അപ്പോഴും ഒന്നും അറിയാത്തതുപോലെ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പറയുന്നതെന്ന് എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് പരിഹരിച്ചോ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ ആ ഒരു വണ്ടി നിർത്താൻ പറഞ്ഞ് ഈ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇവരാരും വിടത്തില്ല. പെട്ടെന്ന് വന്ന് അവനെ പിടിച്ചു വെച്ചേക്കാണ്. അങ്ങനെ ഇവരെല്ലാവരും പിടിച്ചു വെച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ദൂരെ നിന്ന് ആ ഒരു പോലീസ് വണ്ടി വരുന്നു. അതുമല്ല, ഈ പോലീസ് വണ്ടിയിൽ ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, ആ പോലീസുകാരന് വണ്ടി നേരെ ചൊവ്വേ ഓടിക്കാൻ കഴിയാതെ നിയന്ത്രണമില്ലാതെ വണ്ടി മറിഞ്ഞ് അടുത്തുള്ളൊരു കുഴിയിലേക്ക് വന്ന് വീഴും. ഇത് കണ്ട ഇവർ 4 പേരും അയ്യോ ആ പോലീസുകാരെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടി താഴേക്ക് വരികയാണ്. അങ്ങനെ ഓടി വന്ന് ഇവരെല്ലാവരും ആ ഒരു കാറിനടുത്തേക്ക് വന്നിട്ട് ആദ്യത്തെ പോലീസുകാരനുണ്ടല്ലോ അയാളെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ 2ാമത്തെ പോലീസുകാരനെ രക്ഷിക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അവന്റെ മുഖമെല്ലാം തൂങ്ങി ഇറങ്ങിയതുപോലെ വലിഞ്ഞു വലിഞ്ഞു പോകുന്നു. വേറൊന്നല്ല, ഈ 2 പോലീസുകാരാണ് അന്ന് ഹീറോയിനെ റോബിനും ചോയിയും ആ ഒരു കുഴിയിലേക്ക് കൊണ്ട് തള്ളാനായിട്ട് വരുമ്പോൾ ലീ വിളിച്ചു വരുത്തല്ലോ. അതിലൊരു പോലീസുകാരന്റെ ദേഹത്താണെങ്കിൽ റോബിൻ ആ അഴുക്ക് വെള്ളക്കോരി ഒഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൂടെയാണ് ഈ ഒരു പോലീസുകാരന് ഇതുപോലെ ഒരു കാര്യം സംഭവിച്ചത്. അങ്ങനെ ഈ കാര്യം കണ്ട് ഇവർ 2 പേരും പേടിച്ചിട്ട് കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കാറിൽ തീ പിടിക്കുന്നു. അപ്പോൾ നമ്മുടെ ജെനി ലീയെ നോക്കിയിട്ട് എടാ എന്തെങ്കിലും ഒന്ന് ചെയ്തതിന് സൂപ്പർ പവർ ഉപയോഗിച്ചിട്ട് എന്ന് പറയുമ്പോഴും ലീ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ തന്നെ നോക്കി നിൽക്കുക ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട്. ഇപ്പോൾ നമ്മുടെ റോബിനാണെങ്കിലോ പെട്ടെന്ന് വന്നിട്ട് ആ ഒരു കാറ് പൊക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ജെനി ചോയിയോട് പറയുന്നത്, ചോയി നീ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുപോയി ഈ ഒരു തീ അണയ്ക്കാൻ വേണ്ടി എന്ന് പറയുന്നത് ചോയി വെള്ളം എടുക്കാനായിട്ട് പോകുന്നു. ഈ ഗ്യാപ്പിൽ നമ്മുടെ ലീ ഉണ്ടല്ലോ, റോബിൻ ആ ഒരു കാർ പൊക്കുമ്പോഴത്തേക്കും ലീ ഇവർ കാണാതെ തന്റെ കൈ വെച്ചിട്ട് പതിയെ ആ ഒരു കാർ പൊക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ റോബിൻ വിചാരിക്കും അവന്റെ പവർ കൊണ്ടാണ് ഇത് പൊങ്ങുന്നതെന്ന്. എന്നിട്ട് പറയും ജെനി നോക്ക് എനിക്ക് എത്ര പവർ ഉണ്ടെന്ന് നോക്ക്, ദേ കാർ പൊങ്ങി വരുന്നു എന്നെല്ലാം പറഞ്ഞ് അവൻ വലിയ കാര്യത്തിൽ കാർ പൊക്കിയെടുക്കുന്നു. ഇതേ സമയം ചോയി ആണെങ്കിലോ ആ വെള്ളം എടുക്കാനായിട്ട് ഒരു പുഴയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ വന്ന് ബക്കറ്റും കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ഭീമൻ മീനെ കാണുന്നത്. ഇത് കണ്ട് പേടിച്ചിട്ട് ചോയി എങ്ങനെയെങ്കിലും വെള്ളവും കോരി അവിടെ നിന്ന് ഇവരുടെ അടുത്തേക്ക് വന്ന് ആ കാറിലേക്ക് വെള്ളം ഒഴിച്ച് തീ അണയ്ക്കും. എന്നിട്ടാണ് ഇവരോട് പറയുന്നത്, എടാ ഞാൻ പുഴയിൽ വലിയൊരു മീനെ കണ്ടു, അതെന്നെ നോക്കി ദേഷിച്ചു എന്നെല്ലാം പറയുമ്പോൾ ഇവർ പറയും ആരെ നോക്കി ഈ കള്ളം പറയുന്നതെല്ലാം ചോദിക്കുമ്പോൾ അതിനകത്തുള്ള പോലീസുകാരനെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് ചോയി റോബിനോട് പറയുന്നത്, എടാ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും കള്ളം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കാറിലേക്ക് കൈവയ്ക്കുന്നതും ഇവന്റെ ശരീരം ഒട്ടിപ്പിടിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു കാറിൽ നിന്നും കൈ എടുക്കാൻ പറ്റത്തില്ല. അത് ഇവിടെ തന്നെ റൂബിന്റെ ദേഹത്ത് തൊട്ടതുകൊണ്ട് റൂബിനും അവന്റെ കൂടെ തന്നെ ഒട്ടി നിൽക്കാണ്. ഇപ്പോൾ ജെനി ലീയോട് പറയും, എടാ സൂപ്പർ പവർ നിനക്കല്ലേ, എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ
ലീ കുറച്ചു നേരം നോക്കി നിന്നിട്ട് ഓക്കെ തീ കൂടി വരുവാണല്ലോ, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ലീ തന്റെ സൂപ്പർ പവർ വെച്ച് ഇവരെ രണ്ടുപേരും തൂക്കിയെടുത്ത് എറിയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിൽ തെറിച്ചു പോകുന്നതോ നമ്മുടെ റൂബിൻ മാത്രം. ചോയ് അതിനകത്തങ്ങ് ഒട്ടിപ്പോവും. അപ്പോഴാണ് ചോയ് എടാ നിന്നെ കൊണ്ടൊന്നും ഒന്നും പറ്റത്തില്ല എന്നല്ല പറഞ്ഞിട്ട് അവൻ പേടിച്ച് കരയാൻ തുടങ്ങുന്നതും. ഇവിടെ നമ്മുടെ ജെനി ഇതെല്ലാം കണ്ടിട്ട് പേടിച്ച് നിൽക്കാണ്. അവളുടെ ഹാർട്ടാണെങ്കിൽ നല്ലതുപോലെ ഇടിക്കുന്നുണ്ട്. എന്നിട്ടാണ് ചോയ് നിന്റെ ഞാൻ രക്ഷിക്കാന്നും പറഞ്ഞിട്ട് ജെനി അങ്ങനെ സ്പീഡിന് ഓടി വരുന്നതും പെട്ടെന്ന് അവൾ അങ്ങ് മാഞ്ഞു പോകുന്നു. ഇത് കണ്ടിട്ട് ഇവരെല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ലീ, റൂബിൻ, ചോയ് എല്ലാവരും. അപ്പോഴേക്കാണ് നമ്മുടെ റൂബിൻ, അവനെയാണെങ്കിൽ ചോയ് അത്രയും വഴക്ക് പറഞ്ഞതുകൊണ്ട് നല്ല ദേഷ്യം വന്നിട്ട് ഓടി വന്ന് ചോയിയുടെ കൈ പിടിച്ച് വലിക്കുന്നതും ആ ഒരു കാറിന്റെ ഭാഗമുണ്ടല്ലോ അത് ഇളക്കിയിട്ടാണ് രണ്ടുപേരും പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എന്നിട്ട് റൂബിൻ അങ്ങനെ ചോയിനെ പൊക്കിയെടുത്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടുവന്ന് കിടത്തി അവനെ രക്ഷപ്പെടും. ഇതേ സമയം നമ്മുടെ ജെനി എവിടെ വെച്ചാണോ അപ്രത്യക്ഷമായത് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും വരുന്നു. എന്നിട്ട് കയ്യിലാണെങ്കിൽ ഒരു വാളൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാല് ചോയിയുടെ കൈ വെട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ വന്നു എന്ന് പറഞ്ഞ് ഓടി വരുന്നതും ഇവര് രണ്ടുപേരും രക്ഷപ്പെട്ട് ആൾറെഡി മാറി കിടക്കുവാണല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെയാണ് ഇവരുടെ എല്ലാവരുടെ സൂപ്പർ പവർ എന്താണെന്ന് വ്യക്തമാക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജെനിക്ക് ടെലിപ്പോർട്ടേഷൻ പവർ ഉണ്ട്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പെട്ടെന്ന് പോകാൻ കഴിയും. അതിനു വേണ്ടത് അവളുടെ ഹാർട്ട് നല്ലതുപോലെ ഇടിക്കണം, എന്നാലേ അവൾക്ക് ആ ഒരു പവർ കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ജെനി ലിയോട് പറയും അപ്പോൾ നമുക്ക് സൂപ്പർ പവർ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ ഒരു മുത്തശ്ശിയെ കാണിക്കുമ്പോൾ, ആരാണ് നമ്മുടെ ജെനിയുടെ മുത്തശ്ശി ഉണ്ടല്ലോ അവരെ കാണിക്കുമ്പോൾ ജോമോ ഉണ്ടല്ലോ അവനോട് ഈ ചോയിനെ പറ്റി അന്വേഷിക്കാൻ പറയുമ്പോഴത്തേക്കും മരിച്ചുപോയ ചോയിയുടെ വീട്ടിലെ ഫിംഗർ പ്രിന്റോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയും. ചോയ് എങ്ങനെയാണ് മരിച്ചത് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇതേ സമയം ആ ഒരു പോലീസുകാരെല്ലാം രക്ഷപ്പെടുത്തി അവരെല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ട്, അതും ആ ഒരു ആംബുലൻസിൽ പറഞ്ഞു വിട്ടിട്ട് ഇവർ നാലുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മുടെ ലിയോട് ഇപ്പോൾ നമ്മുടെ സൂപ്പർ പവറുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ടീമായിട്ട് പ്രവർത്തിച്ചൂടെ, ഇതുപോലെ ഒരുപാട് പേരെ രക്ഷിക്കാൻ കഴിയുമെന്നെല്ലാം പറയുമ്പോൾ ലീക്ക് മാത്രം അതിനോടൊന്നും വലിയ താല്പര്യമില്ല. നമ്മുടെ ചോയ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പോലീസുകാരനെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് എന്തായാലും പണം കിട്ടും, അത് നമുക്ക് 4 ആയിട്ട് വീതിച്ചെടുക്കാം. അപ്പോൾ ജെനി പറയും ലീ ഇത് നല്ലൊരു ഐഡിയ ആണ്, നമുക്ക് അതുപോലെ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലീക്ക് അതിനോട് വലിയ താല്പര്യമില്ലെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് അവൻ വണ്ടി അവിടെ നിർത്താൻ പറഞ്ഞിട്ട് ഓക്കെ നിങ്ങൾക്കുള്ള പ്രശ്നം നിങ്ങൾക്ക് 3 പേർക്ക് മാത്രം അത് പരിഹരിക്കാൻ കഴിയും, എൻ്റെ ഒരു സഹായത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ലീ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ ചോയ് പറയും ഓക്കെ ഒരുത്തം പോണെങ്കിൽ പോട്ടെ, നമുക്ക് എന്തായാലും ഗവൺമെന്റിന്റെ അടുത്ത് നിന്നും ആ ഒരു പാരിതോഷികം വാങ്ങിയിട്ട് 3 ആയിട്ട് പിരിക്കാം എന്ന് പറഞ്ഞ് ഇവര് 3 പേര് നേരെ ആ ഒരു പോലീസുകാരെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് പോലീസുകാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇവര് പറയും ഏയ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, ഞങ്ങളെല്ലാം ആംബുലൻസിൽ കയറ്റിയിട്ട് ഇവിടേക്ക് പറഞ്ഞു വിട്ടത് എന്ന് പറയുമ്പോഴാണ് ഒരു കാര്യം, സത്യത്തില് ആ പോലീസുകാരെ നേരെ കൊണ്ടുപോയിട്ടുള്ളത് ചർച്ച് ഓഫ് എറ്റേണൽസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ അവിടേക്കാണ്. അവരുടെ ആളുകളാണ് ആംബുലൻസായിട്ട് അവിടേക്ക് വന്നത്. ഇപ്പൊ ഇതേ സമയം നമ്മുടെ ലീയെ കാണിക്കുമ്പോൾ ലീ നേരെ തന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു മാപ്പ് എടുത്തിങ്ങനെ നോക്കാണ്. എന്താന്ന് വെച്ചാല് ആ മാപ്പിലുള്ള ഒരു സ്ഥലം നോക്കുന്നുണ്ട്. അത് വേറെ ഏതുമല്ല, ആ ഒരു വേസ്റ്റ് എല്ലാം കൊണ്ടിടുന്ന സ്ഥലം ഉണ്ടല്ലോ അതാണ്. അപ്പൊ അവിടെ താഴെ വീഴുന്ന ആ ഒരു വെള്ളം അത് എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ചർച്ച് ഓഫ് എറ്റേണൽ എന്ന് പറഞ്ഞ വലിയൊരു സ്ഥാപനം ഉണ്ടല്ലോ അവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടേക്ക് വീഴുന്നത്. അപ്പോൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും വർഷങ്ങൾക്ക് മുന്നേ അവിടെ ഒരു ലാബ് ഉണ്ടായിരുന്നതായിട്ടും ആ റെക്കോർഡ്സിലുണ്ട്. അപ്പൊ ആ ഒരു വെള്ളത്തിൽ വീണതുകൊണ്ടാണ് നമ്മുടെ പോലീസുകാരനും ജെനിക്കും റൂബിനും ചോയ്ക്കും ആ ഒരു സൂപ്പർ പവർ കിട്ടിയത് എന്നുള്ള കാര്യം നമ്മുടെ ലീക്ക് മനസ്സിലായി. അങ്ങനെ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ലീ ഇപ്പോൾ വെളിയിലേക്ക് തന്റെ ഓഫീസ് വിട്ട് വെളിയിലേക്ക് വരുമ്പോൾ അവിടെ കിം എന്ന് പറഞ്ഞ അവനോടല്ലോ അവനിപ്പോ വരുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ലീ അവനെ നോക്കിയിട്ട് സോറി സാർ നിങ്ങൾ വഴിതെറ്റി വന്നതായിരിക്കും എന്ന് പറയുമ്പോൾ കിം പറയും ഒരിക്കലും വഴിതെറ്റി വന്നതല്ല, കാരണം ഞാൻ അന്വേഷിച്ചു വന്നത് 3972 എന്ന് പറയുന്നതും ഈ നമ്പർ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ലീക്ക് മനസ്സിലായി ഇതുപോലെ കിമ്മും ആ ഒരു ഓർഫണേജിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സൂപ്പർ പവറുള്ള കുട്ടിയാണെന്ന്. അപ്പോഴാണ് നമ്മുടെ ലീ തന്റെ കൈ വെച്ചിട്ട് ആ ഒരു സൂപ്പർ പവർ ഉപയോഗിക്കാനായിട്ട് വരുമ്പോൾ കിം പറയും ദേ ഇത് നോക്കില്ലേ, നീ എന്നോട് ഫൈറ്റ് ചെയ്യാനായിട്ടാണ് റെഡി ആവുന്നതെങ്കിൽ ഞാനും അതിന് തയ്യാറാണ്, പക്ഷെ ആലോചിച്ച് നോക്ക് ഇവിടെ ചുറ്റിനും ഒരുപാട് സാധാരണ ആളുകളുണ്ട്, അവരുടെ അവസ്ഥ എന്താവുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലീ ഇപ്പോൾ വീണ്ടും സാധാരണ അവസ്ഥയിലേക്കാവും. എന്നിട്ടാണ് ലീ പറയുന്നത് ഓ അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ആ ഒരു സയന്റിസ്റ്റിനെ വിശ്വസിച്ചിട്ടിരിക്കുകയാണോ, അയാൾ നിങ്ങളെ എല്ലാവരുടെയും മനസ്സ് മാറ്റിയേക്കാണെന്ന് പറയുമ്പോൾ കിം പറയും അച്ഛനെ പറ്റി ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യം പറയരുത്, അച്ഛനുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ലീ പറയും എന്ത് റിസർച്ചിന്റെ പേരിൽ ഒരുപാട് കുട്ടികളെ കൊന്നതോ, അർഹതയില്ലാത്തവർ മരിച്ചു പോവും, അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, പക്ഷെ അർഹതപ്പെട്ട നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ, എന്ത് ജീവിച്ചിരിക്കുന്നെന്ന് നിനക്കറിയോ, ഓരോ തവണയും നമ്മൾ നമ്മളുടെ സൂപ്പർ പവർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ വിപരീതമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കിം പറയും അതെ അതിനു വേണ്ടിയിട്ടാണ് അച്ഛൻ മരണമില്ലാത്ത ആ ഒരു കുട്ടിയെ അന്വേഷിക്കുന്നത്, അവനെ കിട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിനെല്ലാം പരിഹാരം അതിലൂടെ തന്നെ കിട്ടും,
അത് വേറെ ആരുമല്ല നിന്റെ ഫ്രണ്ട് കെവിൻ ആണെന്ന് കൂടി പറയുന്നത്. ലീക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, കാരണം ലീയുടെ സുഹൃത്തായിരുന്നല്ലോ കെവിൻ. എന്നിട്ട് പറയും, ഓക്കെ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വീണ്ടും ചേർന്നാല് നിനക്കും അതിനുള്ള ബലം കിട്ടുമെന്ന് പറയുമ്പോൾ ലീ പറയും, ഒരു താല്പര്യമില്ല, ഇനി എന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരരുത് എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞിട്ട് ലീ തന്റെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കാണ്. പഴയ കാര്യങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എന്ന് അവൻ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോഴാണ് അതിനകത്തേക്ക് നമ്മുടെ ജെനി കയറി വരുന്നത്. എന്താന്ന് വെച്ചാൽ ആ ഒരു പോലീസുകാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നുള്ള കാര്യം ലീയോട് പറയാനാണ് അവൾ വന്നത്. ഇവിടെ വെച്ചാണ് ലീ ജെനിയോട് ഒരു കാര്യം പറയുന്നത്, ദേ നിന്റെ പവർ ഒരിക്കലും നിനക്ക് സേഫ് അല്ല. ചർച്ച് ഓഫ് എറ്റേണൽ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിന് നിനക്ക് ഇതുപോലെ ഒരു പവർ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജോലി അതോടെ കഴിയുമെന്ന് പറയുമ്പോഴത്തേക്കാണ് ജെനി പറയുന്നത്, ഓ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അപ്പോൾ നല്ലവരെ പോലെ അഭിനയിക്കുന്ന അവര് ആ പോലീസുകാരന് സൂപ്പർ പവർ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ അവര് കൊണ്ടുപോയതല്ലേ. അപ്പോൾ ലീ പറയും, അതെ അത് തന്നെയാണ് ശരി, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കെവിൻ എന്നാണ് അവന്റെ പേര്. ആ റിസർച്ച് സെന്ററിൽ വെച്ചിട്ട് അവനും ഒരു സൂപ്പർ പവർ കിട്ടി, മരണമില്ലാത്തൊരു ഹൃദയം. അവനെ പോലെ ഒരു പവർ നിനക്ക് കിട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. നീ മരിച്ച് തിരിച്ചു വരുമ്പോൾ പക്ഷെ ഒരിക്കലും അങ്ങനെയല്ലായിരുന്നു. നിനക്ക് അങ്ങനെ ഒരു പവർ ഇല്ല. നിനക്കുള്ള പവർ ടെലിപ്പോർട്ടേഷൻ ആണ്. ഏതോ ഒരു രീതിയിൽ നീ വീണ ഒരു അഴുക്ക് വെള്ളമില്ലേ, അതിലുള്ള ആ ഒരു വെള്ളം കാരണമാണ് നിന്റെ ശരീരത്തിലുള്ള ഓരോ കാര്യങ്ങളും മാറിയതും നിനക്ക് ജീവൻ തിരിച്ചു കിട്ടിയതും. അതുപോലെ നിന്റെ സുഹൃത്തുക്കൾക്കും ആ ഒരു പവർ കിട്ടിയത് ഈ വെള്ളത്തിൽ വീണതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ലീയെ അവന്റെ ഓഫീസിൽ തന്നെ സ്നേഹിക്കുന്ന വേറൊരു പെണ്ണുണ്ട്. അവൾ അകത്തേക്ക് കയറി വരുന്നതും ഹീറോയിനോട് ഇവിടെ നിന്ന് പോകാൻ പറയും. പക്ഷെ അവൾ പോകത്തില്ല എന്ന് പറയും. പെട്ടെന്നാണ് ലീ അവളുടെ വായ ഇങ്ങനെ മൂടി പിടിക്കുന്നതും ജെനി ലീയുടെ മുഖത്ത് നോക്കിയൊരു ഒറ്റയടി അവന്റെ കണ്ണാടി തെറിച്ചങ്ങ് പോവും. ഈ സമയം കണ്ട് ആ ഒരു പെണ്ണകത്തേക്ക് കയറി വരുമ്പോൾ ഇവൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. പെട്ടെന്ന് ആ ഒരു ലീഡി അകത്തേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെനി അവിടെ കാണുന്നില്ല. എന്നിട്ട് നമ്മുടെ ലീയോട് കുറച്ചു നേരം അവള് സംസാരിച്ചു നിന്ന് അവനോട് ബായ് എല്ലാം പറഞ്ഞ് പോകുമ്പോഴത്തേക്കാണ് വേറൊന്നുമല്ല, നമ്മുടെ ജെനിയെ അന്തരീക്ഷത്തിൽ പൊക്കി നിർത്തിയേക്കാണ് അവന്റെ സൂപ്പർ പവർ കൊണ്ട്. അവള് പോകുന്നത് പെട്ടെന്ന് താഴേക്കങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അവള് പോകുന്നതിന് മുന്നേ അവളോടൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിന്നെ പോലെ മരിച്ച് ജീവിച്ച ഒരാളാണ്, അതിനുശേഷമാണ് എനിക്ക് സൂപ്പർ പവർ കിട്ടിയത് എന്ന് പറഞ്ഞ് ലീ അവളുടെ ഫോൺ എടുത്തിങ്ങനെ അന്തരീക്ഷത്തിലൂടെ പറത്തി അവളുടെ കയ്യിൽ കൊടുക്കുന്നതും ഇത് കേട്ട നമ്മുടെ ജെനി ഉണ്ടല്ലോ, അവള് നല്ല സന്തോഷത്തിൽ തുള്ളിച്ചാടി വെളിയിലേക്ക് വരാണ്. എനിക്ക് സൂപ്പർ പവർ കിട്ടി, ഞാൻ ഒരിക്കലും മരിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവള് നല്ല ഹാപ്പിയായിട്ട് ചിരിച്ചു കളിച്ചു വരുന്നു. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ലീക്ക് നല്ല സന്തോഷമായി, എന്തോ ഒരു ഇഷ്ടം അവളോട് തോന്നുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് അവളുടെ പിറകെ തന്നെ കിം ഉണ്ടല്ലോ, അവനും ഫോളോ ചെയ്ത് പോകുന്ന കാര്യം നമ്മുടെ ലീ കാണുന്നത്. ഇപ്പൊ നമ്മുടെ ജെനിയെ കാണിക്കുമ്പോൾ ജെനി തുള്ളിച്ചാടി ആ ഒരു തെരുവിലൂടെ ഇങ്ങനെ പോവാണല്ലോ. ഇപ്പൊ ആരും ഇല്ലാത്തൊരു ഭാഗം എത്തുമ്പോഴത്തേക്കും കിം എന്ന് പറഞ്ഞ അവനാണെങ്കിൽ അവിടെ നിന്നിട്ട് അവന്റെ പവർ എന്താന്ന് വെച്ചാൽ അവൻ കൈ വെച്ച് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാല് അതെല്ലാം അപ്പോഴേ നശിച്ചു പോവും. അതുപോലെ നമ്മുടെ ജെനിയെ കൊല്ലാൻ വേണ്ടി അവൻ കൈ ഇങ്ങനെ മുകളിലേക്ക് പൊക്കിയിട്ട് അടിക്കാനായിട്ട് വരുമ്പോൾ ഇതൊന്നും അറിയാതെ മണ്ടി ജെനി അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് ഇതുപോലെ കിം ദൂരേക്ക് വന്ന് വീഴുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ലീ ഉണ്ടല്ലോ. ലീ വന്നിട്ട് തന്റെ പവർ ഉപയോഗിച്ച് കിമ്മിനെ എടുത്തിട്ട് ഒറ്റയേറ്. ഇപ്പൊ കിമ്മിനോട് പറയും, ആ ഒരു പെണ്ണിന്റെ പിറകെ വരുന്നത് നിർത്തിക്കോ. അപ്പൊ കിം, ഹേയ് ഇതുപോലെ സൂപ്പർ പവർ ഉള്ളവരെ എല്ലാവരെയും ഇല്ലാതാക്കാനാണ് അച്ഛൻ പ്ലാൻ ചെയ്യുന്നത്. ഓ അങ്ങനെയാണെങ്കിൽ നമ്മളെ രണ്ടുപേരെയും നിന്റെ അച്ഛൻ ഇല്ലാതാക്കണമല്ലോ. ഇനി ഞാനുള്ളിടത്തോളം കാലം നിനക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ലീ ഇപ്പോൾ ജെനിയെ വിളിക്കും. എന്നിട്ട് പറയും, ഓക്കെ വരുന്ന വെള്ളിയാഴ്ച നീ ഫ്രീ ആണോ? അപ്പോ ജെനി, എന്താണതുപോലെ ഞാൻ ചോദിക്കത്തില്ല, ഞാൻ റെഡിയാണ്, ഇന്നു മുതൽ നിങ്ങൾ എന്റെ ഗുരുനാഥനാണെന്നും പറഞ്ഞ് നമ്മുടെ ലീയെ ജെനി അതിനുശേഷം ഗുരുനാഥൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ലീ പറയും, ശരി എനിക്കൊരു ടീമിന് ആവശ്യമുണ്ട്, പെട്ടെന്ന് തന്നെ നീ വരണമെന്ന് പറയുന്നതും അത് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നമ്മുടെ ജെനി അവന്റെ ആ ഒരു ഓഫീസിലേക്ക് വരികയാണ്. എന്നിട്ട് പറയും, ഓക്കെ ഇവിടെയാണ് എനിക്ക് ജോലി. അയ്യോ ഞാൻ ഇനി മുതൽ സിറ്റി ഹാളിൽ ആഹാരം കഴിക്കാൻ പോവാണ്, രാവിലത്തെ ഉച്ചയ്ക്കുള്ളത് ഈ ഫുഡെല്ലാം ഞാൻ കൊണ്ടുവരണമല്ലേ? ഓക്കെ എന്നും പറഞ്ഞിട്ട് അവളെന്തോ ഗവൺമെന്റ് ജോലി കിട്ടിയതുപോലെ കിടന്ന് സന്തോഷിക്കുകയാണ്. പക്ഷെ നമ്മുടെ ലീക്ക് ആവശ്യം എന്താണ്, ഇവർക്കുള്ള ആ ഒരു സൂപ്പർ പവർ എന്താണെന്ന് ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. എന്നാലേ ഈ കിമ്മും അവനെ പോലെയുള്ള ആളുകളിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ജെനി സന്തോഷിച്ചിരിക്കുമ്പോഴത്തേക്കാണ് അവളുടെ മുത്തശ്ശി ജെനിയെ വിളിക്കുന്നത്. ഹേയ് ജെനി, 2-3 ദിവസമായിട്ട് നിന്നെ കാണുന്നില്ലല്ലോ, വീട്ടിൽ പോലും വരുന്നില്ല, നീ ഇപ്പൊ എവിടെയാന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി എനിക്ക് കംപ്ലൈന്റ്മെന്റ് സെന്ററിൽ ജോലി കിട്ടി. എന്ത് നിനക്ക് ജോലി കിട്ടിയെന്നോ? എന്താ വിശ്വാസം വരുന്നില്ലേ? ഞാൻ സാറിൻ്റെ കയ്യിൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ലീയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ലീ ഇതുപോലെ അതെ മുത്തശ്ശി അവൾക്ക് ഇവിടെ കുറച്ച് ജോലികളുണ്ട്, അതുപോലെ ജോലി കൊടുത്തേക്കാണെന്ന് പറയുന്നത്. ഇപ്പോൾ മുത്തശ്ശി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജെനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയെന്നാണ്. ഇതിപ്പോൾ എക്സാമോ മറ്റു കാര്യങ്ങളോ ഒന്നും എഴുതാതെ ഗവൺമെന്റ് ജോലി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശി അങ്ങനെ നിന്നിട്ട് നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നു, എൻ്റെ കൊച്ചുമകൾക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട്. അത് നല്ല രസമാണ്, നല്ല ക്യൂട്ടായിട്ടാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു റോഡിലെല്ലാം കിടന്നിട്ട് നല്ലതുപോലെ ഓടിക്കളിച്ച് എല്ലാവരോടും പറയണം എൻ്റെ കൊച്ചുമകൾക്ക് ഇതുപോലെ ജോലി കിട്ടി എന്നെല്ലാം പറഞ്ഞ് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ കളിക്കുന്നു. അങ്ങനെ ഇതും പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി ചാടിക്കേറി തൻ്റെ ആ ഒരു ഷോപ്പ് ഉണ്ടല്ലോ അതിനകത്തേക്ക് വന്നിട്ട് അവരോട് പറയുമ്പോഴത്തേക്കാണ് അവരെല്ലാവരും പേടിച്ച് നിൽക്കുന്ന പോലെ. അപ്പം മുത്തശ്ശി പെട്ടെന്ന്
ഹേയ് എന്തു പറ്റി എല്ലാവരും ഈ മരത്തെ പോലെ നോക്കി നിൽക്കുന്നെന്താ എന്ന് പറഞ്ഞിട്ട് തിരിയുമ്പോഴത്തേക്കാണ് ആഹാ വേറൊന്നുമല്ല, ഹവൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സയന്റിസ്റ്റ് ഉണ്ടല്ലോ, അയാളും അയാളുടെ കൂടെയുള്ള അയാളുടെ മക്കളെന്ന് പറഞ്ഞ ആ ഒരു 3 പേരും, ഇവർ 3 പേര് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സയന്റിസ്റ്റ് എഴുന്നേറ്റ് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു മാറ്റമില്ല എന്ന് പറയുന്നതും, ഇപ്പൊ മുത്തശ്ശി എന്നെ തന്റെ കൂടെയുള്ള എല്ലാവരോടും പറയുന്നുണ്ട് ആ മെയിൻ ഡോർ അങ്ങ് ലോക്ക് ചെയ്തേക്ക്. ഇപ്പൊ പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിൽ നമ്മുടെ ജോലി ഉണ്ടല്ലോ, ജോലിയോട് നല്ല ഇഷ്ടമാണ്. കാരണം അവൾക്ക് ഈ കേൾക്കാൻ കഴിയത്തില്ലായിരുന്നു ആദ്യം. അതുകൊണ്ട് അവൾക്ക് ചെവിയിൽ വെക്കാനുള്ള ആ ഒരു ഡിവൈസ് എല്ലാം സയന്റിസ്റ്റ് വാങ്ങിക്കൊടുക്കും. കാരണം സാറേക്കാട്ടിലും അതേപോലെ തന്നെ കിമ്മിനെക്കാട്ടിലും സയന്റിസ്റ്റിന് കൂടുതൽ ഇഷ്ടം ജൂലിയോടാണ്. അതിന് മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. അന്ന് ആ ഒരു സയൻസ് ലാബിൽ ഭയങ്കരമായിട്ടുള്ള തീപിടുത്തം നടക്കുമ്പോൾ എല്ലാ കുട്ടികളും രക്ഷപ്പെട്ടു പോകാനായിട്ടാണ് ശ്രമിച്ചത്. പക്ഷേ ജൂലി, സാറ, കിം ഇവർ 3 പേരും അവിടെ നിന്ന് പോകാതെ നമ്മുടെ സയന്റിസ്റ്റ് ഒരു വലിയ കോൺക്രീറ്റ് ഭിത്തിക്കടിയിൽ കിടക്കുമായിരുന്നു. അപ്പോൾ കിമ്മാണ് അവിടേക്ക് വന്ന ആ ഒരു ഭിത്തിയെടുത്ത് മാറ്റി ഈ സയന്റിസ്റ്റിനെ ഇവർ 3 പേരും കൂടി രക്ഷിക്കുന്നത്. അപ്പോഴേക്ക് സയന്റിസ്റ്റ് പറയും, ശരി നിങ്ങൾ 3 പേരും ഇവിടെ നിന്ന് പോയിക്കോ, എന്നെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ 3 പേരെ ഞാൻ വന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ഇവരെ 3 പേരെ സയന്റിസ്റ്റ് പറഞ്ഞു വിടുമായിരുന്നു. അത് കഴിഞ്ഞ് എന്താണ്, ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കിമ്മും സാറയും സയന്റിസ്റ്റിന് നേരത്തെ തന്നെ വന്ന് കാണും. അത് കഴിഞ്ഞിട്ട് ഇവർ 3 പേരും കൂടി നമ്മുടെ ജോലി അന്വേഷിച്ച് പോയിട്ട് അവളെയും കണ്ടുപിടിക്കും. അങ്ങനെ ഇവർ 4 പേരും ഒന്ന് ചേർന്നതിന് ശേഷമാണ് ഈ സയന്റിസ്റ്റ് വീണ്ടും തന്റെ റിസർച്ചും കാര്യങ്ങളും വീണ്ടും തുടങ്ങിയത്. അങ്ങനെ ഇത്രയും കാര്യം ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിച്ചിട്ട് ഇപ്പൊ ആ ഒരു മുത്തശ്ശിയോട് സയന്റിസ്റ്റ് ചോദിക്കുന്ന കാര്യം വേറൊന്നുമില്ല, കെവിൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ അവൻ എവിടെയെന്നാണ്. അപ്പോഴാണ് മുത്തശ്ശി ചോദിക്കുന്നത്, അല്ല നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്താ മേഡം ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ എന്തുകൊണ്ടാണ് വന്നതെന്ന്. എൻ്റെ റിസർച്ച് സെന്ററിലെ ആ ഒരു റിസർച്ചിനും കാര്യങ്ങൾക്കും പണം തന്നതേ നിങ്ങളാണ്. ശരി, കെവിൻ എവിടെ? അവനെ അന്വേഷിച്ചാണ് ഞാൻ വന്നത്, അത് മരണമില്ലാത്ത ആ ഒരു പയ്യൻ. അപ്പോൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ മുത്തശ്ശി പറയും അവൻ മരിച്ചുപോയെന്ന്. പക്ഷേ ഈ ഒരു സയന്റിസ്റ്റിന് അത് വിശ്വാസം വരത്തില്ല. അപ്പോൾ നമ്മുടെ ജൂലിയെ വെച്ചിട്ട് ഈ മുത്തശ്ശിയുടെ മനസ്സ് കൺട്രോൾ ചെയ്ത് അവർ പറയുന്നത് സത്യമാണോ ഇല്ലയെന്ന് നോക്കുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നത് സത്യം തന്നെയാണ്. അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അപ്പോഴും അതേ സത്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കെവിൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ മരിച്ചുപോയി. അതേസമയം പിന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിലാണ് കെവിൻ എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യൻ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സയന്റിസ്റ്റ് കെവിൻ എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യനാണ് മരണമില്ലാത്ത ആ ഒരു ഹൃദയമുള്ളത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കും. അതിനുശേഷം അവനെ വെച്ചിട്ട് അയാൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തും. വേറെ ഒന്നുമല്ല, പല രീതിയിലും ആ ചെറിയ പയ്യനെ കൊല്ലും. അവൻ വീണ്ടും ജനിച്ചു വരും. കാരണം അവന്റെ ഹൃദയത്തിന് ഒരിക്കലും മരണമില്ല. ഇപ്പോൾ എന്തൊക്കെ ചെയ്താലും അവന് സൂപ്പർ പവർ ഉണ്ടെന്ന് പറഞ്ഞാലും ഓരോ തവണ മരിക്കുമ്പോഴും അവൻ അത്രയും വേദന സഹിക്കണം. അവൻ പല തവണയായിട്ട് പറഞ്ഞു നോക്കുന്നുണ്ട്, പ്ലീസ് എന്നെ വെറുതെ ഇവിടെ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇയാളുടെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ആ ഒരു ചെറിയ പയ്യനെ അയാൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ലീക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയത്തില്ല. കാരണം അവന്റെ ഉറ്റ സുഹൃത്താണല്ലോ. അങ്ങനെ അന്നൊരു ദിവസം പരീക്ഷണം ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ ലീക്ക് തന്റെ സുഹൃത്തിനെ വേദനിപ്പിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ലീ തന്റെ പവർ ഉപയോഗിച്ച് അവിടെ ആ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ സംഭവിക്കുന്നത്. അതിൽ കെവിൻ പൂർണ്ണമായിട്ടും മരിച്ചുപോട്ടെ, അങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെട്ടെ എന്നാണ് നമ്മുടെ ലീ വിചാരിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനു വേണ്ടിയിട്ട്. പക്ഷേ വലിയൊരു കോൺക്രീറ്റ് ഭിത്തി ആ ഒരു പയ്യന്റെ മുകളിലേക്ക് വീണ് അവൻ മരിച്ചു പോവാണ് ചെയ്തത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹീറോ ലീ ഉണ്ടല്ലോ, അവൻ അങ്ങനെ സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുന്നതും എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെയാണ്. ആ റൂമിനകത്തുള്ള എല്ലാ കാര്യങ്ങളും മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശിയും കണ്ണുറക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു സയന്റിസ്റ്റിനെയും കാണാനില്ല, അവന്റെ കൂടെയുള്ള ഒരാളുകളെയും കാണാനില്ല. ഇപ്പോൾ മുത്തശ്ശി കൂടെയുള്ളവരോട് ചോദിക്കും, അല്ല ഇത്രയും നേരം നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ? അപ്പോൾ അവർ പറയും, അതെ മേഡം, നിങ്ങൾ ഇത്രയും നേരം ഇവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. അതുപോലെ ജനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കേക്കെല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ, പിന്നെ എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിക്കൊരു സംശയം, ഇനിയിപ്പോൾ ആ ഒരു സയന്റിസ്റ്റ് ഇവിടെ ശരിക്കും വന്നോ? ഇനിയിപ്പോൾ സയന്റിസ്റ്റ് വന്നെങ്കിലും അത് നമ്മുടെ സാറ് തന്നെയായിരിക്കും ഇതുപോലൊരു കാര്യം ചെയ്തത്. കാരണം അവൾക്ക് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് കഴിയുമല്ലോ. അങ്ങനെ അതേസമയം ആ ഒരു സയന്റിസ്റ്റിനെ അവരുടെ കൂട്ടത്തെ കാണിക്കുമ്പോൾ ഇവരിപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ജെനി ഉണ്ടല്ലോ, അവൾ ആ ഒരു തെരുവിൽ കിടന്നിട്ട് ആകാശത്തേക്ക് നോക്കി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് ഡാൻസ് എല്ലാം കളിച്ചു നിൽക്കുന്നു. അവളുടെ മുന്നിലൂടെയാണ് ഇവർ 4 പേരും പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എന്താണ്, ഇവർ 3 പേരും നമ്മുടെ ലീ പറഞ്ഞതുപോലെ അവനോടൊപ്പം ജോലി ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇവർ ചെല്ലുമ്പോഴത്തേക്ക് എന്താന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു സിറ്റിയിലെ പല ഭാഗങ്ങളും ക്ലീൻ ചെയ്യാൻ പോകുന്നു. ആ ഒരു ജോലിക്കാണ് ഇപ്പോൾ ഇവരെ വിളിച്ചിട്ടുള്ളത്. അങ്ങനെ ഇവർക്ക് നല്ല സന്തോഷമായിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ആ ഒരു ചർച്ച് ഓഫ് എറ്റേണൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഘടന ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരുപാട് പേര് ബസ്സിൽ ഇങ്ങനെ വരുന്നു. എന്താന്ന് വെച്ചാൽ ഈ ക്ലീനിങ്ങിൽ ഇവരെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ലീക്ക് ഒരു സംശയം. കാരണം ആ ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് ഇവരെ പറ്റി എന്തെങ്കിലും വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്ക് 3 പേർക്ക് അപകടമായിരിക്കും. അതുകൊണ്ട് ഇവരെ 3 പേരെ നേരെ ഒരു കണ്ടെയ്നർ അടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് പറയും, ഇത് നോക്ക്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പവർ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്
നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ മൂന്നുപേരും ദേ ഈ റൂമിനകത്ത് ഇരുന്ന് എല്ലാം നല്ലതുപോലെ പഠിച്ചിട്ട് അത് കഴിഞ്ഞേ വെളിയിലേക്ക് വരാവൂ എന്ന് പറഞ്ഞ് ഇവരെ മൂന്നുപേരെയും അതിനകത്തേക്ക് പറഞ്ഞു വിട്ട് ഹീറോ അവിടെ നിന്ന് പോവാണ്. അതേസമയം ആ ഒരു റിസർച്ച് സെന്ററിൽ ആ ഒരു മൊട്ട മനുഷ്യൻ മീനായിട്ട് മാറിയിരുന്നല്ലോ, അവന് അധികം നാൾ അതിനകത്ത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അയാൾ മരിച്ചു പോവും. അപ്പോഴേക്കും ആ ഒരു സയന്റിസ്റ്റ് പറയും, വെളിയിലുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഇയാളുടെ ശരീരം ഒരു ആസിഡിൽ മുക്കി അതിങ്ങ് ഇല്ലാതാക്കി കളയാൻ പറയും. അപ്പോൾ ഇതെല്ലാം ജോലിയും സാറയും മുകളിൽ നിന്ന് കാണുന്നുണ്ട്. സാറ് ചോദിക്കും, അല്ല ജോലി, നിനക്ക് അച്ഛൻ നമ്മളെ രക്ഷിക്കുമെന്ന് വിശ്വാസമുണ്ടോ? ഒരുപക്ഷെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെയും ഇതുപോലെ വലിച്ചെറിയുമെന്ന് ചോദിക്കുമ്പോൾ ജോലി പറയും, എന്തിനാ നീ സംശയിക്കുന്നേ? അച്ഛൻ എന്തായാലും നമ്മളെ രക്ഷപ്പെടുത്തും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതേസമയം ഇവർ കൊണ്ടുവന്ന ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ, ഈ അപ്പൂപ്പനെ കാണിക്കുമ്പോഴത്തേക്കും അപ്പൂപ്പന്റെ ദേഹത്തും ഇവരെന്തൊക്കെയോ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അപ്പൂപ്പന്റെ കയ്യിൽ നിന്നെല്ലാം ഈ പുഴുക്കളും മറ്റു മണ്ണിരയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വെളിയിലേക്ക് വരുന്നു. അപ്പൂപ്പൻ ഇതെല്ലാം കണ്ടിട്ട് പേടിച്ച് കൈ ഇങ്ങനെ ഇട്ട് തട്ടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇതേ സമയം നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് കാണിക്കുമ്പോൾ ജൂമോ ഉണ്ടല്ലോ, അവൻ വന്നിട്ട് മുത്തശ്ശി മിസ്റ്റർ ചോയുടെ വീട്ടിൽ നിന്ന് ഒരു തെളിവും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ റെസ്റ്റോറൻറ്റിലെ അതിൻ്റെ പിറകിലെ CCTV ഫൂട്ടേജിൽ നിന്നും ഒരു കാര്യം കണ്ടുകിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതെന്താണെന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ സയന്റിസ്റ്റും ടീമും വന്നു പോയിട്ടുള്ള ആ ഒരു കാര്യം മുത്തശ്ശി അതിലൂടെ കാണും. അതുപോലെ നമ്മുടെ ഹീറോയിനെ അവർ കാണുന്നുണ്ട്. അവൾക്ക് എന്തോ ഒരു പവർ ഉണ്ടെന്ന് ഇവർക്കറിയാം, പക്ഷെ അത് എന്ത് പവറാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആ ഒരു സയന്റിസ്റ്റ് കിമ്മിനോട് പറയും, ഓക്കെ ഒന്നും ആലോചിക്കണ്ട, അവളെ ഇങ്ങ് തീർത്തേക്ക് എന്ന് പറയുന്നതും അപ്പോൾ കിം അവളെ കൊല്ലാൻ വേണ്ടി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ അവളുടെ പിറകിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് ജെനി അവിടെ ചുമരിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ചില നാടുകളിലേക്ക് അറോറ ലൈറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിലെല്ലാം. അപ്പൊ അത് കാണണമെന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയെങ്കിലും നടന്നിരുന്നെങ്കിൽ എനിക്ക് അത്ര സന്തോഷം ഉണ്ടായിരുന്നെന്നെല്ലാം പറഞ്ഞ് അതിന് മുന്നിലിങ്ങനെ നടക്കാണ്. അപ്പോൾ കിം ആണെങ്കിൽ അവളുടെ പിറകിൽ വന്നിട്ട് അവളെ കൊല്ലാൻ വേണ്ടി രണ്ട് കൈയും മുകളിലും താഴെയും വെച്ചിട്ട് അടിക്കാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ജെനി ആ ഒരു സ്ഥലത്ത് നിന്ന് ടെലിപ്പോർട്ടാവും. ഇത് കാറിലിരുന്ന് കാണുന്ന എല്ലാവരും അത്ഭുതത്തോടെ നോക്കാണ്, ഇവൾക്ക് ഇങ്ങനെ ഒരു പവർ കിട്ടിയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് കണ്ടിട്ട് ആ ഒരു മുത്തശ്ശിയും അന്തം വിട്ട് നോക്കുന്നുണ്ട് ജെനിക്ക് എന്താ സംഭവിച്ചതെന്ന്. ഇതേ സമയം നമ്മുടെ ജെനിയെ കാണിക്കുമ്പോൾ അവൾ ആ ഒരു അറോറ ലൈറ്റ് കാണുന്ന മഞ്ഞ് പ്രദേശത്തൊന്നുമല്ല പോയിട്ടുള്ളത്, അറോറ നാടകം നടക്കുന്ന ഒരു നാടക വേദിയിലാണ്. ഇതെല്ലാം കണ്ടിട്ട് അവള് അയ്യോ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോകുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചതിന് ശേഷം ഇപ്പൊ ആ ഒരു മുത്തശ്ശി ജെനിയെ വിളിക്കും. അപ്പോൾ നേരത്തെ കണ്ടതെല്ലാം ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. അതുപോലെ ഇപ്പോൾ നമ്മുടെ ജെനി ഉള്ളത് ആ ഒരു കണ്ടെയ്നറിനകത്താണ്, അതുകൊണ്ട് സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് തിരിഞ്ഞിട്ട് ജൂമോ അവളുള്ള ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവളെ കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ ജൂമോ പെട്ടെന്ന് ഓക്കെ മിസ് കിം, ഞാൻ ഉടനെ തന്നെ ആ ഒരു ജോലി ചെയ്യാന്ന് പറയുന്നതും ഇവിടെയാണ് നമ്മുടെ മുത്തശ്ശിക്ക് ഒരു സംശയം. എന്താന്ന് വെച്ചാൽ സാധാരണ ജൂമോ അവരെ മിസ് കിം എന്ന് ഒരിക്കലും വിളിക്കാറില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പിറകിൽ നിൽക്കുന്നത് ജൂമോ അല്ല. അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് നീ ആരാ, എനിക്കത് മനസ്സിലായി, നീ വേറെ ആരുമാണെന്ന് പറയുന്നതും അത് വേറെ ആരുമല്ലായിരുന്നു, നമ്മുടെ സാറ ഉണ്ടല്ലോ അവളായിരുന്നു. സത്യത്തിൽ നമ്മുടെ ജെനി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സാറ ഇതുപോലെ മുത്തശ്ശിയുടെ മുന്നിൽ അഭിനയിച്ചത്. അപ്പോൾ മുത്തശ്ശി സാറയോട് പറയും, ദേ മക്കളെ ഇപ്പോഴും ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങൾ ഒരിക്കലും ആ ഒരു സയന്റിസ്റ്റിനെ വിശ്വസിക്കരുത്, അവൻ നിങ്ങളെ വെച്ച് കളിക്കുകയാണെന്ന് പറയുമ്പോൾ സാറ് പറയും, ഹേ ഇത് നോക്ക്, ആ ഒരു റിസർച്ചിന് പൈസ കൊടുത്തതേ നിങ്ങളാണ്, എന്നിട്ട് നിങ്ങളിപ്പോൾ നല്ലവനാവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ മുത്തശ്ശി പറയും, ദേ ഇത് നോക്ക്, ഞാൻ പണം കൊടുത്തതെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ അത് കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല. ആ സയന്റിസ്റ്റ് എപ്പോഴാണോ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ മുതൽ തന്നെ ഞാൻ പണം കൊടുക്കുന്നത് നിർത്തിയിരുന്നു. അവസാനം ആ ഒരു തീ അപകടത്തിലെ രക്ഷപ്പെട്ട ഒരുപാട് കുട്ടികളെ മറ്റു രാജ്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞയച്ചു. അതിൽ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് സൂപ്പർ പവർ ഉള്ളത്, അവരിൽ ഒരാളാണ് നീയും എന്നെല്ലാം അവളെ മാറ്റാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ സാർ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവും. അപ്പോൾ മുത്തശ്ശി പറയുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം ജൂമോ കേൾക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഫോൺ കണക്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് ജൂമോ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ജെനിയെ രക്ഷിക്കാനായിട്ട് പോകുന്നു. ഇതേ സമയം ചർച്ച് ഓഫ് എറ്റേണൽസ് എന്ന് പറഞ്ഞ അതിലെ ആളുകളും അതേപോലെ തന്നെ നമ്മുടെ ലീയുടെ കമ്പനിയിൽ ചേർന്ന എല്ലാവരും ചേർന്നിട്ട് ഇപ്പോൾ സിറ്റിയുടെ വെളിയിലേക്ക് വരികയാണ്. വെളിയിലേക്ക് വന്നിട്ട് അവിടെയുള്ള എല്ലാ വേസ്റ്റുകളും ഇവർ ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് ആ ഒരു ടീമിലെ ലീഡർ നമ്മുടെ ലീയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, എൻ്റെ ബോസിന് നീ ഭയങ്കര തടസ്സമാണ്, അതുകൊണ്ട് നിന്റെ ജോലി ഇന്നത്തോടെ തന്നെ ബോസ് തീർക്കാനായിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഇതിന് ശേഷം നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലീ പറയും, സാർ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ് പറയുന്നത്, എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ പോവാണെന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് അവിടെയുള്ള പഴയ കാറുകളും അതേപോലെ തന്നെ വേസ്റ്റ് ഇരുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അന്തരീക്ഷത്തിലേക്ക് പൊങ്ങുന്നു. ഇപ്പോൾ ലീ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ വലിയൊരു കാറ് നേരെ വന്നിട്ട് ആ ഒരു ഹെഡിന്റെ മുകളിലേക്ക് വീണ് അയാളെ ചതച്ചങ്ങ് കൊല്ലുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ കാറ് ലീയുടെ മുകളിലേക്ക് വീഴാനായിട്ട് വരുമ്പോൾ ലീ പെട്ടെന്ന് അത് കൈ വെച്ചിട്ട് ദൂരേക്ക് എടുത്തൊരു ഒറ്റയേറ്
ഇപ്പൊ എറിയുന്ന ഭാഗത്തേക്ക് ഒരു പെണ്ണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ദേഹത്തേക്ക് വീഴുന്നതിന് മുന്നേ തന്നെ ലീ അത് പിടിച്ചിട്ട് മറ്റൊരു വശത്തേക്ക് മാറ്റും. അതുകൊണ്ട് ആ ഒരു പെണ്ണ് രക്ഷപ്പെടും. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് വേറെ ആരുമല്ല, കിം എന്ന് പറഞ്ഞ അവനാണ്. അപ്പോൾ നമ്മുടെ ലീക്കും കിമ്മിനും ഏകദേശം ഒരേ പവറാണ്. അതുകൊണ്ട് കിം ആദ്യം ഒരു കാർ എടുത്ത് ഹീറോയുടെ നേർക്ക് എറിയുന്നതും ഹീറോ അതങ്ങനെ പിടിച്ചിട്ട് തിരിച്ച് അവന്റെ നേർക്ക് എറിഞ്ഞു കൊടുക്കും. പക്ഷെ അവനാണെങ്കിൽ കൈവച്ച് ഒരു അടി അടിക്കുമ്പോൾ തന്നെ ഈ ചപ്പാത്തി പരത്തുന്നത് പോലെയാണ് ആ ഒരു കാർ പരന്നു വരുന്നത്. ഇതേ സമയം കണ്ടെയ്നറിനുള്ളിൽ ഇവർക്ക് മൂന്നുപേർക്ക് അവരുടെ പവർ എങ്ങനെയാണ് വർക്കാവുന്നത് എന്നുപോലും അറിയത്തില്ല. അതിൽ നമ്മുടെ ചോയ് ആണെങ്കിലോ കണ്ടെയ്നറിന്റെ മുകളിൽ ഒട്ടിയിരിക്കുന്നു. റൂബിൻ വിചാരിക്കും അവൻ ആ ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് അവന്റെ ദേഷ്യം വരണമെന്ന്. അതുകൊണ്ട് അവൻ തന്നെ അവന്റെ മുഖത്തിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ജെനി മാത്രം അയ്യോ എന്നെ കൊണ്ട് മാത്രം എന്താ ഒന്നും ചെയ്യാൻ പറ്റാതെ, ഷെടാ എന്നെ മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കിടന്ന് മറിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ടെലിപ്പോർട്ടായിട്ട് അവൾ നേരെ നമ്മുടെ ലീ ഉള്ള സ്ഥലത്തേക്ക് വരും. ഇവിടെ ഇത്രയും വലിയൊരു യുദ്ധം നടക്കാണെന്ന് അവൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നിട്ടാണ് നമ്മുടെ ജെനി പെട്ടെന്ന് ലീയുടെ അടുത്തേക്ക് വന്നിട്ട് ഹേയ് സാർ ഇത് നോക്ക്, എന്റെ പവർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി, ഇപ്പൊ ആക്ടിവേറ്റ് ആയെന്നെല്ലാം പറയുമ്പോഴത്തേക്കും എന്റെ പൊന്നു മോളെ ഈ ഫൈറ്റിനിടയ്ക്കാണോ നീ വന്നിട്ട് നിന്റെ പവറിന്റെ കാര്യം പറയുന്നത്, ഇവിടെ നിന്ന് ഓടിപ്പോടി എന്ന് പറയുന്നതും പെട്ടെന്നൊരു കാറ് മുകളിൽ നിന്ന് താഴേക്ക് നമ്മുടെ ജെനിയുടെ മുകളിലേക്ക് വീഴാനായിട്ട് വരുമ്പോഴത്തേക്കും അവൾ അലറി വിളിക്കുന്നതും വീണ്ടും ടെലിപ്പോർട്ടായിട്ട് അവൾ തിരിച്ച് ആ കണ്ടെയ്നർ ഉണ്ടല്ലോ അതിനകത്തേക്ക് തന്നെ വരികയാണ്. അപ്പോഴേക്ക് റൂബിൻ ചോദിക്കും ഹേയ് ജെനി നീ എവിടെയാ പോയെന്ന് ചോദിക്കുമ്പോൾ ജെനി പറയും എടാ നമ്മുടെ ലീക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് നമുക്ക് എന്തായാലും ലീയെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അലറി വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ റൂബിൻ അവളെ തൊട്ടതുകൊണ്ട് ഇവർ രണ്ടുപേരും ടെലിപ്പോർട്ടായിട്ട് ലീ ഉള്ള സ്ഥലത്തേക്ക് പോകും. പക്ഷേ കണ്ണാടി ചോയ് മാത്രം അതിന്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്, എന്നെ ആരും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഇവര് രണ്ടുപേരും അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് കിം ആണെങ്കിൽ അവന്റെ മൊത്ത പവർ ഉപയോഗിച്ചിട്ടും ലീയെ അറ്റാക്ക് ചെയ്യാണ്. ലീയെ കൊണ്ട് അധികം അങ്ങനെ പിടിച്ചെടുക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോഴേക്കും ഒരു വലിയ കാർ ഇവരുടെ മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതും നമ്മുടെ ലീ പെട്ടെന്ന് ജെനിയെ കെട്ടിപ്പിടിക്കും. അപ്പൊ കാർ താഴേക്ക് വീഴുന്നു, ഇവര് രണ്ടുപേരും മറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ റൂബിൻ മാത്രം അവിടെ ആയിപ്പോയി. പക്ഷെ അവിടെയാണ് ഒരു ടെസ്റ്റ്. നമ്മുടെ റൂബിന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. എന്താന്ന് വെച്ചാൽ റൂബിൻ ആ ഒരു കാർ അങ്ങനെ താങ്ങി പിടിച്ചിട്ട് അത് മറ്റൊരിടത്തേക്ക് മാറ്റി നിർത്തും. എന്നിട്ട് പറയും ജെനി നോക്ക് എന്റെ പവർ എന്താണെന്ന് കണ്ടില്ലേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഹേയ് ജെനി നീ എവിടെയാ പോയത് എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട്. അപ്പോഴാണ് നമ്മുടെ ജെനിയും ലീയും അവൾക്ക് ഇഷ്ടപ്പെട്ട അറോറ ലൈറ്റ് തെളിയുന്ന ആ ഒരു മഞ്ഞ് പ്രദേശം ഉണ്ടല്ലോ അവിടേക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ലീ അവളുടെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ആ കാർ വന്ന് വീണതിന് മുന്നേ തന്നെ അവൾക്ക് എന്തോ ഒരു പരിക്ക് പറ്റിയിരുന്നു. കഴുത്തിന് നല്ല മുറിവുണ്ട്, രക്തം ഒരുപാട് പോയിട്ട് ജെനി ഇപ്പോൾ മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ കിടക്കാണ്. അപ്പോഴാണ് ജെനി മുകളിലേക്ക് നോക്കിയിട്ട് പറയുന്നത് ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്, ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു മരണം തന്നെയാണ് എനിക്ക് കിട്ടിയത്, ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എനിക്ക് വരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പാവം നമ്മുടെ ജെനി അവിടെ വെച്ച് മരിച്ചു പോകുന്നു. ലീ ആണെങ്കിൽ അവളുടെ മുകളിലേക്ക് കിടന്നിട്ട് ജെനി എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കരയാണ്.